ഗുഡ് ടു ഗോ. ഓക്കെ. ആരോഗ്യരംഗത്ത് കേരളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ സൂചികകളുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ്. നമ്മൾ പരക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് കേരള മാതൃക എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ സാമ്പത്തിക സ്രോതസ്സുകളുള്ള ഒരു സംസ്ഥാനം ഇങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും സാമൂഹ്യക്ഷേമ രംഗത്തും അത്ഭുതകരമായ ഏറ്റവും വികസിതമായ രാജ്യങ്ങളോട് പോലും കടപിടിക്കാവുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നത് എന്നത് പലപ്പോഴും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ അത്ഭുതപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ മാതൃകയിലെ വിള്ളലുകളും നമ്മൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യരംഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുമരുന്ന് വിതരണത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു ആരോഗ്യ വ്യവസ്ഥയുള്ള സംസ്ഥാനം കേരളമാണ്. മാതൃത്വം, ശിശുമരണ നിരക്ക് അല്ലെങ്കിൽ ഒരുപക്ഷെ ലൈഫ് എക്സ്പെക്ടൻസി തുടങ്ങിയ കാര്യങ്ങളിലും മറ്റുമൊക്കെ കേരളം ഏറ്റവും മികച്ച അവസ്ഥയിലാണ്. ശിശുമരണ നിരക്ക് പ്രതിരോധിക്കുന്നതിൽ അല്ലെങ്കിൽ മികച്ച ലൈഫ് എക്സ്പെക്ടൻസി നിലനിർത്തുന്നതിലും ഒക്കെ കേരളം മുൻപന്തിയിൽ തന്നെയാണ്. ആരോഗ്യ മേഖലയിൽ നമുക്ക് താരതമ്യേന മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സംവിധാനമുണ്ട്. പക്ഷെ അതേസമയം തന്നെ സ്വകാര്യ മേഖലയിലെ ഭാരിച്ച ചെലവുകൾ താങ്ങാനാവാത്ത രീതിയിലേക്ക് വന്നിരിക്കുന്നു. പലപ്പോഴും പഴയ പകർച്ചവ്യാധികൾ നമ്മൾ ഒഴിവാക്കിയെന്ന് കരുതിയിരുന്ന പല പകർച്ചവ്യാധികളും വീണ്ടും കടന്നു വരുന്നു. ആരോഗ്യ മേഖലയിലാണെങ്കിൽ, സർക്കാർ മേഖലയിലാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഒരു സർക്കാർ മേഖലയിലുള്ള ചികിത്സ ആവശ്യമായിട്ട് വരുന്ന ആളുകളുടെ എണ്ണത്തിലുള്ള വർധനവ്, പക്ഷെ അതിന് ആനുപാതികമായിട്ട് മികച്ച ഗുണമേന്മയുള്ള ഒരു ചികിത്സാ സംവിധാനങ്ങൾ നൽകാൻ കഴിയാതെ പോകുന്നതിന്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മുടെ ആരോഗ്യ രംഗത്തെ ഇപ്പൊ കീഴ്പ്പെടുത്തുന്നതിന്റെ ഒരു ദൃശ്യം കൂടി നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഭൗമം വളരെ പ്രസക്തമായ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നത് ആ വിഷയത്തിലെ ഏറ്റവും പ്രഗത്ഭരായ രണ്ട് വ്യക്തികളാണ്. മോഡറേറ്റ് ചെയ്യുന്ന ആളും ആരോഗ്യ മേഖലയിൽ നിന്നുള്ള വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തി തന്നെയാണ്. പ്രൊഫസർ ഡോക്ടർ SS ലാൽ. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹം ഡോക്ടറാണ്. പബ്ലിക് ഹെൽത്ത് രംഗത്ത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമായ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിലപാടുകളൊക്കെ സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. പബ്ലിക് ഹെൽത്തിലും മാനേജ്മെന്റിലും ബിരുദങ്ങളുണ്ട്. ഹെൽത്ത് ഓർഗനൈസേഷനിൽ അദ്ദേഹം ദീർഘകാലം ലോകാരോഗ്യ സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു. ഇന്ന് റിയാക്ട് എന്ന് പറയുന്ന ഒരു ആഗോള നെറ്റ്വർക്കിന്റെ ഏഷ്യ പസഫിക് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. ആഫ്രിക്കയിലും ഏഷ്യയിലും യൂറോപ്പിലും US-ലുമായി ഏതാണ്ട് 6 രാജ്യങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. പിന്നെ പാത്ത്, FHI, പിന്നെ വധ്വാനി ഫൗണ്ടേഷൻ തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. നിരവധി അന്താരാഷ്ട്ര ജേണലുകളിലും പിന്നെ നിരവധി മാധ്യമങ്ങളിലും ആരോഗ്യ സംബന്ധമായി പബ്ലിക് ഹെൽത്തുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ലേഖനങ്ങൾ എഴുതി. പിന്നെ ഇതിനൊക്കെ പുറമെ അദ്ദേഹം സൃഷ്ടിപരമായ രചനകളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്നു. നോവലുകൾ, ചെറുകഥകൾ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു തൂലികയിൽ നിന്ന് അടർന്ന് വീണിട്ടുണ്ട്. കേരളത്തിലെ ഓൾ ഇന്ത്യ പ്രൊഫഷണൽസ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന നിലയിലും അദ്ദേഹം വളരെ സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിച്ചത് ഞാൻ ഓർമ്മിക്കുന്നു. അദ്ദേഹമാണ് നമ്മുടെ ചർച്ചയിലെ ഒരു പാനലിസ്റ്റ്. രണ്ടാമത്തെ ആൾ ഡോക്ടർ ഷമീർ. അദ്ദേഹം അതിന് കൂടെ ഒരു വളരെ പ്രസക്തമായ മറ്റൊരു കാര്യം കൂടി, ഏഷ്യാനെറ്റിൽ ഒരു ജനാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട, പൊതുജനാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോ, ഹെൽത്ത് ഷോ, നിരവധി എപ്പിസോഡുകൾ അദ്ദേഹം ചെയ്തത് ഞാൻ ഓർമ്മിക്കുന്നു. രണ്ടാമത്തെ പാനലിസ്റ്റ് ഡോക്ടർ ഷമീർ. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. നിപ നിയന്ത്രണത്തിനും പിന്നെ അതുപോലെ കോവിഡ് പ്രതിരോധത്തിനും അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെയും ദേശീയ തലത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം സ്വീകരിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിലുള്ള പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പൊതുജനാരോഗ്യ രംഗം അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട മേഖലയാണ്. അതുപോലെ ഈ ചർച്ച മോഡറേറ്റ് ചെയ്യുന്നത് അദ്ദേഹം ഒരു ഭൗമികനാണ്, ഡോക്ടർ ജിമ്മി. അദ്ദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS നേടി. പോണ്ടിച്ചേരി ജിപ്മറിൽ നിന്ന് അദ്ദേഹം MS, അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MCH ബിരുദങ്ങൾ നേടി. 50ഓളം ലേഖനങ്ങൾ വിവിധ ജേണലുകളിലായിട്ട് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു മികച്ച എഴുത്തുകാരനാണ്. സർഗാത്മകതയുള്ള ഒരു എഴുത്തുകാരൻ എന്ന് പറയാം. ബ്ലോഗറാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ വളരെ പോപ്പുലറാണ്. 7 പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്നും നമുക്ക് കൈരളിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ 3 പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളാണ്. 3 പേരും ആരോഗ്യ മേഖലയിൽ നിന്നുള്ള ആളുകളാണ്. അപ്പോ വളരെ ഈടുറ്റ
ഒരു ചർച്ച നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നു. 3 പേരെയും വളരെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ഭൗമത്തിന്റെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ഭൗമികരും ഭൗമത്തിന് പുറത്തുള്ളവരുമായ മുഴുവൻ സഹൃദയരെയും ഈ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നന്ദി. മോഡറേറ്ററിലേക്ക് ഓവർ ടു ഡോക്ടർ ജിമ്മി. താങ്ക് യു ജോമി. ആൻഡ് ഐ എം വെരി ഓണേർഡ് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിൽ. ഡോക്ടർ ഷമീർ എൻ്റെ സുഹൃത്താണ്. മറ്റേ കോവിഡ് കാലത്തെ അദ്ദേഹത്തെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. സ്ഥിരം TV ചർച്ചകളിലൊക്കെ വന്നിരുന്നു. ലാൽ സാറിനെയും നമ്മുടെ ഇടയ്ക്ക് ഞാൻ വളരെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ പ്രസക്തമായ, അപ്പൊ അതായത് ഒരു പബ്ലിക് ഹെൽത്തിൽ ഒരു ലോകം ശ്രദ്ധിക്കുന്ന ഒരാളും നമ്മുടെ കേരളത്തിൽ ഹെൽത്ത് സർവീസിൽ വളരെ സ്തുത്യർഹമായ ഒരു സേവനം അനുഷ്ഠിക്കുന്ന ഒരാളും. അപ്പൊ ഒരു നല്ലൊരു ബാലൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെഡിക്കൽ കോളേജിൽ തൃശ്ശൂർ പഠിച്ചെങ്കിലും പിന്നെ പല പല സ്ഥലങ്ങളിൽ പഠിച്ചു. പിന്നെ ഇപ്പം ആണ് ഞാൻ റെസിഡൻസി ചെയ്തത്. സെന്റ് ജോൺസ് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ജിപ്മറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ കോർപ്പറേറ്റ് സെക്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരുമാതിരി എല്ലാ തരം സ്ഥലങ്ങളെ പറ്റി എനിക്കൊരു ഐഡിയ അതുകൊണ്ട് മാത്രമുണ്ട്. പക്ഷെ ഞാൻ കേരളത്തിന് വെളിയിൽ ഹെൽത്ത് സർവീസസിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല. കേരളത്തിലെ സംഭവങ്ങളെ പറ്റി എനിക്ക് ഏകദേശം അറിയാം. പ്രൈവറ്റ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അതും ഒരു അപ്പെക്സ് ഒരു സ്ഥലത്തൊരു ടെർഷ്യറി വേറൊരു സബ് സ്പെഷ്യാലിറ്റിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ബേസിക്കലി ഇതിന് ചോദ്യങ്ങൾ മാത്രം ചോദിച്ച് ഒതുങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യം ഞാൻ ലാൽ സാറിനോട് തന്നെ ചോദിക്കട്ടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, ഒരു സംശയമില്ല അല്ലെ? ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേരളം ഡെഫിനറ്റ് ആയിട്ടും ഒരു വളരെ വ്യത്യാസമുണ്ട്. വളരെ കൊല്ലങ്ങളായിട്ട് വളരെ പ്രകടമായ ഒരു വ്യത്യാസമുണ്ട്. അത് എന്തുകൊണ്ടാണ്, എന്താണത് എന്ന് വിശദമാക്കാമോ സാർ? നമ്മൾ ഈ വായിച്ചറിവും കേട്ടറിവും പിന്നെ അനുഭവത്തിലെ അറിവും എല്ലാം കൂടെ ചേർത്തുണ്ടാകുന്ന ഒരു കാര്യമാണ് പങ്കിടുന്നത്. ഇപ്പൊ ഞാനിവിടെ ഇരിക്കുമ്പോൾ ഇപ്പോഴും മഴയുടെ ശബ്ദമുണ്ട്. ഞാൻ ഇടയ്ക്ക് ആലോചിക്കുക, അതുകൊണ്ടാണ് ഈ മൈക്ക് ഇതാക്കിയത്. ഇപ്പൊ എൻ്റെ കൂടെ വർക്ക് ചെയ്ത WHO ഉണ്ടായിരുന്ന സഞ്ജയ് സിൻഹ പറഞ്ഞിട്ടുള്ളത് അയാളുടെ അമ്മ 25 കിലോമീറ്റർ നടക്കുമായിരുന്നു വെള്ളത്തിന് വേണ്ടിയിട്ടെന്നാണ്. കൊണ്ടുവരുന്ന വെള്ളം തിളപ്പിക്കാൻ പറ്റില്ല, കാരണം അത്രയും പാടുപെട്ടാണ് കൊണ്ടുവരുന്നത്. ഈ വ്യത്യാസം പ്രകൃതിയിൽ തന്നെ ഉണ്ട്. 42 നദികൾ ഒഴുകുന്നുണ്ട് നമുക്ക്. ഇപ്പൊ പല സംസ്ഥാനങ്ങളിലും നദികളില്ല, ഉള്ളത് വൃത്തിയില്ല, വൃത്തിഹീനമാണ്. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ക്ലോറിനേഷൻ ഒന്നും വന്നിട്ട് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചില കിണറിന് പ്രത്യേക മധുരം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രകൃതിയെ കിട്ടിയ കുറേ നന്മകൾ നമുക്കുണ്ട്. അതുകൂടാതെ തന്നെ പിന്നെ അത് ബ്രിട്ടീഷുകാർ അവരുടെ താല്പര്യം തുടങ്ങിയാണെങ്കിൽ പോലും ഈ മോഡേൺ മെഡിസിൻ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നത് നമ്മുടെ ഈ ആധുനികമായിട്ടുള്ള ശാസ്ത്രവുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്താൻ ഉപയോഗപ്പെട്ടു. പിന്നെ അതിനു മുമ്പുള്ള രാജഭരണ കാലത്തൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ നമുക്കറിയാം, ഞാൻ വിശദീകരിക്കേണ്ട. അപ്പോൾ അവരെല്ലാം പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്ത ഒരുപാട് പേരുണ്ട് ഭരണങ്ങൾ. അപ്പൊ ഇതിങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ, പിന്നെ ആയുർവേദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ചില ജീവിത രീതികൾ. ഇപ്പൊ എൻ്റെ വീട്ടിൽ പണ്ട് WHO ഹെഡായിരുന്ന ഒരു അമേരിക്കൻ വന്നപ്പോൾ ഭക്ഷണമൊക്കെ ടേസ്റ്റിൽ കഴിച്ചു. വെള്ളം കുടിക്കാൻ കൊടുത്ത് ക്ലീൻ വെള്ളം കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ കളർ, അപ്പൊ ഞാൻ പറഞ്ഞത് കരിങ്ങാലിയാണ്, അപ്പൊ തിളച്ചു എന്നുള്ളതിന് തെളിവാണ് ഈ കളർ എന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേസമയം ഈ നമ്മൾ ഈ സ്ലം ഡോഗ് മില്യനറിൽ കണ്ടതിനേക്കാൾ മോശം സീനുകൾ ഞാൻ ബോംബെ സ്ലംസിൽ WHO വർക്ക് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അഴുക്കിയാലാണ്, അതിലൂടെ മല ഒഴുകുന്ന കാണാം. അതിൽ നിന്നാണ് കുട്ടികൾ കളിക്കുന്നത്. ഇപ്പോഴും എൻ്റെ കുട്ടിക്കാലത്ത് പോലും ഒരു ബിസ്ക്കറ്റിന്റെ കഷ്ണം താഴെ വീണാൽ കൂടെയുള്ള ആരാടുത്ത് കളയും, പിന്നെ സമ്മതിക്കില്ല. പക്ഷെ ഈ കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം വളരെ ദയനീയമാണ്. ഇതിൽ വീണിട്ട് കുട്ടികൾ എടുത്ത് കഴിക്കുക, പട്ടിയും പന്നിയും എല്ലാം ഇതിനകത്താണ്. ഈ വ്യത്യാസം, അത് മഹാരാഷ്ട്രയുടെ ബോംബെയുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഈ വ്യത്യാസം നമുക്ക് പല കാരണങ്ങൾക്കാൽ കേരളത്തിന് ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം. പിന്നെ ഏത് നാടും ആരോഗ്യത്തിൽ മുന്നിൽ പോകണമെങ്കിൽ അവിടെ ലിറ്ററസി കൂടുതലായിരിക്കും. നമുക്ക് ലിറ്ററസി വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് വിമൻ ലിറ്ററസി, സ്ത്രീകളുടെ വിദ്യാഭ്യാസം കൂടുതലായി. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ്. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ കേരളത്തിന് വികസനം ഒരു സുപ്രഭാതത്തിലുണ്ടായാലും നേരത്തെ തുടങ്ങിയ മെച്ചപ്പെടലുണ്ട്, പല കാരണങ്ങളുണ്ട്, രാഷ്ട്രീയ കാരണങ്ങൾ ഉൾപ്പെടെ. അപ്പൊ അതിനനുസൃതമായിട്ട് മറ്റ് പല ഘടകങ്ങളുണ്ട്. ഇപ്പൊ ക്രിസ്ത്യൻ മിഷണറീസിന് പോലും പങ്കുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് അന്ന് മിഷൻ ആശുപത്രി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായ ചികിത്സകളും പല പ്രദേശത്തും സർക്കാർ ആശുപത്രി ഇല്ലാത്തടത്ത് മിഷൻ ഹോസ്പിറ്റൽസ് ഉണ്ട്, അവിടെ നിന്നുണ്ടായ നഴ്സുമാർ, ഇങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ നമ്മളെ. അപ്പൊ ഇതിനകത്ത് ഒന്നാണ് മറ്റൊന്നിനേക്കാൾ മെച്ചമെന്നോ ഒക്കെ പറയാൻ പാടാണ്. പ്രധാന ഘടകങ്ങൾ എന്ന് പറയാൻ പറ്റും. അപ്പൊ അതുണ്ട്. അപ്പൊ
ഞാൻ പലപ്പോഴും തർക്കിക്കുമ്പോൾ നമ്മൾ ഒന്നാം നമ്പർ ആണെന്ന് യാതൊരു സംശയമില്ല. അതുകൂടെ ഞാൻ പറഞ്ഞു നിർത്താം. കേരളം വളരെ മുന്നിലാണ് എല്ലാവരേക്കാൾ. പക്ഷെ നമ്മൾ പലപ്പോഴും കമ്പയർ ചെയ്യുന്നത് ഉത്തർപ്രദേശിനോട് ബീഹാറിനോടൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മുടെ നേട്ടങ്ങൾ പലതും അമേരിക്കയോടൊക്കെ തുല്യം വയ്ക്കാവുന്നതാണ്. ഇവിടുത്തെ സ്ത്രീകളുടെ ആയുസ് 80 വയസ്സെന്നുള്ളത് അമേരിക്കയ്ക്ക് തുല്യമാണ്. അപ്പൊ അങ്ങനെ നേട്ടമുണ്ട്. അതേസമയം കേരളത്തിലെ അപകട നിരക്ക്, റോഡ് അപകട നിരക്കും മരണങ്ങളും, അല്ലെങ്കിൽ പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ, അല്ലെങ്കിൽ ആത്മഹത്യാ നിരക്കുകൾ, ഇതൊന്നും വേറെ സംസ്ഥാനത്തിന് മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. അപ്പൊ നമുക്ക് ഒരുപാട് ഇപ്പൊ മനുഷ്യന്റെ ആരോഗ്യം, ഒരു പ്രദേശത്തിന്റെ ആരോഗ്യം നിർണ്ണയിക്കുന്നതിന് ചില സൂചികകളുണ്ട്. ആ സൂചികകളിൽ നമ്മൾ മുന്നിലാണ്, വളരെ മുന്നിലാണ്. അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നമ്മളൊരു കുട്ടിക്ക് 7ാം ക്ലാസ്സിൽ ഫസ്റ്റ് വാങ്ങിച്ചു, സ്കൂളിൽ ഫസ്റ്റ് അയച്ചാൽ അന്ന് അവന്റെ പഠിത്തം നിർത്താന്ന് പറയില്ല. അതിനേക്കാൾ പാടാണ് 8ാം ക്ലാസ്സിൽ 1ാം സ്ഥാനം നിർത്താൻ, 9ാം ക്ലാസ് 10ാം ക്ലാസ് 1ാം സ്ഥാനം നിർത്താൻ. പിന്നീട് അങ്ങോട്ടുള്ള കോഴ്സുകളിൽ, പിന്നെ ജീവിതത്തിൽ. ഇപ്പൊ ആ മത്സരത്തിന്റെ അർത്ഥത്തിലല്ല പറഞ്ഞത്. അപ്പോൾ 1ാം സ്ഥാനം ഒരിക്കൽ കിട്ടി എന്ന് പറഞ്ഞിട്ട് നമുക്കെല്ലാം വിസ്മരിച്ച് പുറകോട്ട് പോകാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 2 പ്രശ്നമാണ്. ഒന്ന്, ഞാൻ WHO വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, എപ്പോഴും പറയുന്നത് ആരോഗ്യ പ്രവർത്തകരെ അവർക്ക് ഊർജ്ജം നൽകിക്കൊണ്ടിരിക്കണം. അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം അവരിൽ ഒരു കംപ്ലസൻസി സെറ്റ് ചെയ്യാൻ കാരണമാകും. എല്ലാം നേടിയെന്ന് ചിലത്തെ കാണാറുണ്ട്. പിന്നെ മനുഷ്യരുടെ ഇടയിൽ നമ്മളെല്ലാം ശരിയായെന്ന് പറഞ്ഞാൽ പിന്നെ വാക്സിൻ വരുമ്പോഴും വാക്സിന് എതിരായിട്ടുള്ള ചിന്തകളും വാക്സിൻ വിരുദ്ധതയൊക്കെ ഒരു പക്ഷേ ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ അങ്ങനത്തെ ചില കോഷൻസ് ഉണ്ട്. അപ്പൊ കേരളം നമ്പർ 1 ആണെന്ന് യാതൊരു സംശയമില്ല. കേരള മോഡലുണ്ട്. അത് 70കളിലും 80കളിലും സംസാരിച്ചു തുടങ്ങിയ ഒരു കാര്യമാണ്. ഇപ്പോഴും നമ്മൾ പലരും മോഡലാണ്. നേരത്തെ അവതാരൻ പറഞ്ഞ രീതിയിൽ നോക്കുകയാണെങ്കിൽ താരതമ്യേന സമ്പത്ത് കുറഞ്ഞൊരു സംസ്ഥാനം ആരോഗ്യരംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് തീർച്ചയായും മോഡൽ തന്നെയാണ്. ആ മോഡൽ നമ്മുടെ ഇപ്പോഴുള്ള സംവിധാനങ്ങളെ തളർത്താനോ ഭാവിയിലെ വളർച്ചയെ ഇല്ലാതാക്കാനോ ഉപയോഗിക്കരുത് മാത്രമാണ് എനിക്കൊരു കോഷനായിട്ട് പറയുന്നത്. നമുക്ക് വിശദമായിട്ട് അടുത്ത റൗണ്ടിലേക്ക് സംസാരിക്കാം. സമയം കൂടിപ്പോയെങ്കിൽ പറയണം, ഞാൻ ഞാൻ പറയാം സാറേ. ഷമീറിന് ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഷമീർ ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പം ഈ കേരളത്തിന്റെ സൂചികകളെ പറ്റി ഒന്ന് ജസ്റ്റ് പറയാമോ? എങ്ങനെയാണ് അത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്, അത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതിനെ പറ്റി ഷമീറിന്റെ വിലയിരുത്തൽ ഒന്ന് പറയാം. ലാൽ സാറ് പറഞ്ഞ പോലെ തന്നെ അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ പല പ്രത്യേകതകളും അതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു അന്തരം ഉണ്ടല്ലോ. ഒരു പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള ഒരു വ്യത്യാസം, അല്ലെങ്കിൽ വളരെ പാവപ്പെട്ടവന്റെ ഒരു ജീവിത നിലവാരം, ആ ഒരു കാര്യത്തിൽ കേരളം ഭയങ്കര വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളവൻ എന്ന് പറയുന്നത് പോലും ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ വളരെ അപൂർവം ചില ആദിവാസി ഊരുകൾ, അങ്ങനത്തെ സ്ഥലങ്ങൾ ഒഴികെ ബാക്കി ഇങ്ങനത്തെ ഒരു വിദ്യാഭ്യാസമോ അല്ല ഒരു ആരോഗ്യ സംവിധാനങ്ങളോ എത്തിപ്പെടാത്ത ഒരു സ്ഥലവും ആളുകളും നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം തീർച്ചയായും നമ്മുടെ എല്ലാ ആരോഗ്യ സൂചികളെയും എന്തായാലും സ്വാധീനിക്കും. അതിന്റെ കാരണം സാറ് പറഞ്ഞ കുറെ കാര്യങ്ങൾ, അതേപോലെ തന്നെ നേരത്തെ നമുക്കുണ്ടായിരുന്ന പല വിഷണറികളും പണ്ടുണ്ടായിരുന്ന നേതൃത്വങ്ങൾ, അവരെല്ലാം ആയിരിക്കാം, ഒരുപാട് നമ്മുടെ പരിഷ്കർത്താക്കളും അവരെല്ലാം കൂടി ശ്രമിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ. അതൊക്കെ നമ്മൾ വായിച്ചറിവും കേട്ടറിവുകളുമാണ്, നമ്മൾ നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളല്ല. എന്തായാലും ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു കാഴ്ച ഈ ഒരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഈ ആരോഗ്യ സൂചികൾ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ ഒരു ശിശു മരണ നിരക്ക്, അല്ലെങ്കിൽ പിന്നെ മാതൃമരണ നിരക്ക്, ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും ഒരു ആരോഗ്യ സൂചികകളുടെ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് വിലയിരുത്തുന്ന കാര്യങ്ങൾ. അത് ലാൽ സാർ പറഞ്ഞ പോലെ പല നമ്മുടെ നമ്പറുകളും വിദേശത്തെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന നമ്പറുകൾ. അത് നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബഹുദൂരം നമ്മൾ മുമ്പിലാണ്. ഇപ്പം ഈ ഒരു ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, അതായത് ശിശു നിരക്ക് മരണനിരക്ക് ഒരു 6 അല്ലെ 5 ആ റേറ്റിൽ നമ്മൾ നിൽക്കുമ്പോൾ പലയിടത്തും ഈ 19, 20 എന്നൊക്കെ പറഞ്ഞ് 3-4 ഇരട്ടിയാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും. ഇത് നമുക്കിപ്പം ബാക്കിയുള്ള ഒരു വെസ്റ്റേൺ സ്റ്റാൻഡേർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വികസിതമായ രാഷ്ട്രങ്ങളിലും ഏതാണ്ട് തൊട്ടടുത്ത് നിൽക്കും. ഇപ്പം UK പോലത്തെ സ്ഥലമാണെങ്കിലും കാനഡ ആണെങ്കിലും US ഒക്കെ ഏതാണ്ട് നമ്മുടെ അതേ ലെവലിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ സാറ് പറഞ്ഞപ്പോൾ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് മറ്റൊന്ന്. ഇപ്പൊ നമ്മൾ ഏതാണ്ട് ഒരു 80-ലൊക്കെ തൊട്ട് കഴിഞ്ഞു. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ജനിക്കുന്ന ഒരാളുടെ ഒരു ആവറേജ് പിന്നെ ലൈഫ് എക്സ്പെക്ടൻസി ഒരു 80 വയസ്സിന്റെ അടുത്തേക്ക് ഏതാണ്ട് തൊട്ട് കഴിഞ്ഞു. അപ്പം ആ രീതിയിൽ നമുക്ക് കമ്പയർ ചെയ്യുമ്പം എല്ലാം നമ്മൾ മുമ്പിൽ തന്നെയാണ്. പിന്നെ സാർ പറഞ്ഞ പോലെ ഒരുപാട് വെല്ലുവിളികൾ നമുക്കത് ഉണ്ടാക്കണം. ഈവൻ ഈ പറഞ്ഞ സാധനങ്ങൾ പോലും ഇപ്പൊ നമുക്കിപ്പം ആയുർദൈർഘ്യം കൂടുക എന്ന് പറയുന്നത് നമ്മൾ ഒരു ഭാഗത്ത് ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ കാണിക്കുമ്പോഴും അതേ സംഭവം നമുക്കുണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വേറെ. അപ്പൊ അത്രയും വയസ്സ് ഒരാൾ ജീവിക്കുമ്പം സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാവുന്ന
ഡിസീസ് ബേർഡൻ, അതായത് നമ്മുടെ ഒരു രോഗങ്ങളുടെ ഒരു ആഘാതം, അത് മറ്റൊരു ഭാഗത്ത് നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരേ സമയം രണ്ട് വശങ്ങളും ഇതിനെല്ലാം ഉണ്ട്. അപ്പം ഒരു ബേസിക്കലി സാറ് പറഞ്ഞ അതേ കാര്യം തന്നെ, നമ്മൾ ആരോഗ്യ സൂചികകൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ സ്റ്റാൻഡേർഡിലോ അല്ല മുന്നിൽ തന്നെയാണ്. അതേസമയം നമുക്ക് ഒരുപാട് വെല്ലുവിളികളുണ്ട്. അതിന്റെ പിറകിൽ ഇങ്ങനത്തെ കുറെ ഘടകങ്ങൾ ഒന്നിച്ച് ചേർന്നിട്ടായിരിക്കാം ഇതിൽ എത്തിയതെന്ന് മനസ്സിലാക്കും. ഷമീറിനടുത്ത് ഒരു ചെറിയ പെട്ടെന്നൊരു ചോദ്യം ചോദിക്കട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഓക്കെ, കുറെ വലിയ ചരിത്രപരമായ ഒരു സംഭവങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈ റീസെന്റ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഒരു 20, 30, 40 കൊല്ലം നോക്കിക്കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വത്തിനുള്ള ഒരു ഇതിന്റെ റോള്, നമ്മുടെ ഇതിനുള്ള റോൾ ഒന്ന് വിശദീകരിക്കാമോ? ജസ്റ്റ് ആൾക്കാർക്ക് അറിയാനൊരു അല്ല, തീർച്ചയായും രാഷ്ട്രീയം ഇപ്പം നമ്മുടെ മാറി മാറി വരുന്ന എന്തൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞാലും ആരോഗ്യത്തിന് എപ്പോഴും നമുക്കൊരു നല്ല അർഹിക്കുന്ന സ്ഥാനം കിട്ടിയിട്ടുണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരിക്കലും ഒരു തളർന്ന രീതിയിലായിരുന്നില്ല. അപ്പോൾ ഓരോ കാലം കഴിയും തോറും നമുക്ക് വെല്ലുവിളികൾ കൂടുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ എപ്പോഴും അനുഭവിക്കുന്നത്. ഓരോ പിന്നെ ഗവൺമെന്റ് ആണെങ്കിലും മാറി മാറി വരുമ്പോഴും ആരോഗ്യത്തിന് വലിയ മോശമല്ലാത്ത സ്ഥാനം എപ്പോഴും കിട്ടാറുണ്ടെന്നും അതിനനുസരിച്ച് പല പല പ്രോജക്റ്റുകളായാലും പദ്ധതികളായാലും എല്ലാം, പക്ഷെ എപ്പോഴും നമ്മുടെ ഒരു ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തികം തന്നെയാണ്. അപ്പൊ പലപ്പോഴും നമുക്കൊരു ഗ്രോത്തിലേക്ക്, ഇപ്പം സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സാമ്പത്തികമായി നമുക്കുള്ളൊരു അടിത്തറ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു വിഹിതം ആരോഗ്യത്തിലേക്ക് വരുന്നതിന്റെ ഒരു ഒരു നിയന്ത്രണം ഉണ്ടല്ലോ. എപ്പോഴും നമുക്കൊരു ലിമിറ്റേഷൻ എപ്പോഴും അതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന അത്രയും നമുക്ക് ഫണ്ട് ഒരിക്കലും നമുക്ക് ഇതിലേക്ക് എത്തിപ്പെടുന്നില്ല. അപ്പം അത് നമ്മളെ ഡെവലപ്മെന്റിന് എപ്പോഴും ഒരു തളർച്ചയായിട്ട് അനുഭവപ്പെടാറുണ്ട്. എന്നിരുന്നാലും എപ്പോഴും നമ്മൾ ആരോഗ്യത്തിന് ഒരു പരിഗണന കിട്ടാറുണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മുടെ തുടക്കകാലം മുതൽ, ഒരു കേരളം നിലവിൽ വന്ന മുതൽ ഇങ്ങോട്ട് തന്നെ ആരോഗ്യത്തിനൊരു മോശമല്ലാത്ത പരിഗണന രാഷ്ട്രീയ എല്ലാ വിഭാഗത്തുനിന്ന് തന്നെ നമുക്ക് കിട്ടാറുണ്ട്. അതിന്റെ ഒരു ഭാഗം കൂടി ആയിരിക്കണം നമുക്ക് ഈ സംഭവം നിലനിർത്താൻ പറ്റുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നല്ല ആൻസർ ആണ്, താങ്ക് യു. ലാൽ സാറ്, സംഭവം ശരിയാണ്, നമ്മൾ കൊള്ളാം എന്നൊക്കെ നമുക്ക് തോന്നിയാലും നമുക്ക് വളരെ ഗ്രേവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളും നമുക്കുണ്ടല്ലോ. അതെന്തൊക്കെയാണ് സാർ കാണുന്നത് പ്രധാനമായിട്ട്? ഷമീർ അതിന്റെ ഒരു തുടക്കം ഇട്ടായിരുന്നു. ഇപ്പൊ നമ്മള് ആയുർദൈർഘ്യം ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് ആസ്പെക്ട്സ്, എപ്പിഡമിയോളജിക്കൽ ആസ്പെക്ട്സും പറയേണ്ടി. ഈ ആയുർദൈർഘ്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 80 വയസ്സ് ശരാശരി എന്ന് പറയുമ്പോൾ 90-കാരും 100-കാരും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ ഇവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഞാൻ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ജീവിച്ചാണ്. ഇവിടുത്തെ 80-കാരനല്ല, ഇവിടുത്തെ 80-കാരൻ മിക്കവാറും കിടപ്പാണ്. ജനുവേ ജീവിക്കുമ്പോൾ 90-കാര് സ്വന്തമായിട്ട് ഷോപ്പിങ്ങിന് പോകുന്നതാണ്. അവർ ചെറിയ വണ്ടി കുന്തി ഒരു പട്ടിയൊക്കെ ആയിട്ട്. അപ്പൊ ഈ നമ്മളെ അമേരിക്ക ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന വർഷത്തിൽ നമ്മൾ തുല്യമാണ്. പക്ഷെ അവർ അർഹിക്കുന്ന ക്വാളിറ്റി ഓഫ് ലൈഫ് പല കാരണങ്ങളാൽ കിട്ടുന്നുണ്ടെന്നുള്ളൊരു വലിയ വിഷയമാണ്. ഞാനൊരു കാര്യം കൂടെ അതിനകത്ത് ബന്ധപ്പെട്ട് പറയാം. അത് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ അവരെ ബാധിക്കുന്നത്. അപ്പം നമ്മൾ കേരളത്തിലെ കണക്കുകൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്, സെൻസസിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നേരത്തെ ഷമീർ പറഞ്ഞ പോലെ സ്ത്രീകൾ 80 വയസ്സ് വരെയും ശരാശരി, പുരുഷന്മാർ 73 വയസ്സ് വരെയും, അല്ലെ 74 വയസ്സ് വരെയൊക്കെയാണ് അവരും ജീവിക്കുന്നത്. അപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ട് 6 വർഷത്തിന്റെ. എന്ന് പറഞ്ഞാൽ ഒരേ പ്രായക്കാര് വിവാഹം കഴിച്ചാൽ പോലും ഒരു 6-7 വർഷം സ്ത്രീ വിധവയാകും. വിധവ എന്ന് പറയുന്ന പ്രയോഗം ശരിയല്ലെങ്കിൽ പോലും ഒരൊറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും. അപ്പൊ ആലോചിച്ച് നോക്കണം, നല്ല പ്രായമാകുമ്പോഴാണ് ഒരൊറ്റയ്ക്കാകുന്നത്, നോർമലായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ കേരളത്തിലേക്ക് കൾച്ചർ നോക്കുമ്പോൾ പുരുഷൻ ഒരു 4-5 വയസ്സിന് താഴെയുള്ള സ്ത്രീയാണ് വിവാഹം കഴിക്കുക, തിരിച്ചും. അപ്പോൾ അവിടെ ഒരു 4-5 വയസ്സിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 10 വർഷത്തിന് മേളിൽ വൃദ്ധയായ സ്ത്രീ നാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന ശരാശരിയാണ് ഈ പറയുന്നത് അവസ്ഥയുണ്ട്. ഇതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ആരോഗ്യ വകുപ്പ് ചർച്ച ചെയ്യേണ്ട ഒരു മെയിൻ പ്രശ്നങ്ങളൊന്നാണ്. ഞാൻ പല രാജ്യങ്ങളിലും ഉപദേശിക്കാനൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോഴും പലയിടത്തും കാണും 2025 ചർച്ച ചെയ്യുന്ന 2050 ആ രാജ്യം ഇവിടെ നിൽക്കണമെന്നാണ്. നമ്മൾ ഈ 2024-25 അടിയിൽ തുടരുകയാണ്. അപ്പൊ 2050 കേരളത്തിന്റെ ആരോഗ്യം എവിടെ നിൽക്കണമെന്നുള്ള ചർച്ച തുടങ്ങാൻ സമയം വളരെ വൈകി കഴിഞ്ഞു. 2050 ആകുമ്പോൾ ഈ പറഞ്ഞ ഗ്യാപ്പ്, ആയുസ് വീണ്ടും കൂടും, ഈ ഗ്യാപ്പ് അതുപോലെ നിൽക്കുകയും ചെയ്യുമ്പോൾ വൃദ്ധജനങ്ങളുടെ ഒരു വലിയ പ്രശ്നം ഇവിടെ ഉണ്ടാവും. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിച്ചിരിക്കുന്നതല്ല പ്രശ്നം, അവർക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇല്ലാത്ത. ഏത് വീട് ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും ഒരു ബന്ധു വീട്ടിൽ 80 കഴിഞ്ഞൊരു സ്ത്രീ കിടപ്പായിരിക്കും, മലവും മൂത്രവും ഒക്കെ തനിയെ പോയിട്ട്. എനിക്കറിയാവുന്ന ഒരുപാട് വീടുകളുണ്ട്, അവർ ജീവിച്ചിരിക്കുകയാണ്. പല വീടുകളിലെയും സമ്പത്ത് മുഴുവൻ ഈ വൃദ്ധരെ, പ്രൊഡക്റ്റീവ് അല്ലാത്ത, അവർക്കോ മറ്റുള്ളവർക്കോ പ്രൊഡക്റ്റീവ് അല്ലാത്ത വൃദ്ധരെ സംരക്ഷിക്കാൻ, അത് ഇമോഷണലും കൂടെയാണ്.
എൻ്റെ അമ്മയും 3 വർഷം മരിച്ചാണ്. നമുക്ക് മരിച്ചു പോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ല. അപ്പൊ അവസാനത്തെ ശ്രമം വരെ നടത്തും. പക്ഷെ അത് പ്രത്യേകിച്ച് പാവപ്പെട്ട വീടുകളിലാകുമ്പോൾ പല വീടുകളിലും, എനിക്കറിയാവുന്ന പല വീടുകളിലും ചെറിയ വരുമാനക്കാർ അവർ സമ്പത്ത് മുഴുവൻ പോകുന്ന ഈ വൃദ്ധരെ ആശുപത്രി കൊണ്ടുപോകുന്നുണ്ടാണ്. സർക്കാർ ആശുപത്രികൾ നമ്മുടെ ക്വാളിറ്റി മെച്ചമാണ്. പക്ഷെ ഞാൻ ഈ വെന്റിലേറ്റർ ചോദിച്ചിട്ട് കിട്ടാത്ത അവസ്ഥയുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. അത് ഡോക്ടർമാർ നല്ലതാണ്, ഉള്ള ഉപകരണം നല്ലതാണ്, നഴ്സുമാർ നല്ലതാണ്. പക്ഷെ അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്നോട് സൂപ്രണ്ട് പറഞ്ഞത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് ഓരോന്ന് ചോദിച്ചിരിക്കുകയാണ്, വേറെ പലരും ഉണ്ട്, ലാലിന് 3ാമത്തെ തവണ തരാം. ഞാൻ പറഞ്ഞു വേണ്ട, നോക്കട്ടെ. അപ്പൊ ഈ രോഗികളെ പ്രൈവറ്റ് ആശുപത്രി പോയിട്ട് അവർ അവിടുത്തെ റേറ്റ് കേട്ടിട്ട് 50,000 രൂപ ഉണ്ടെങ്കിൽ 40-50,000 അവരെ വീട്ടിൽ പോയി മരിക്കാൻ അനുവദിക്കുകയായിരുന്നു വെന്റിലേറ്ററിൽ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ചില പ്രതിസന്ധികളുണ്ട്. ഇത് ഒരു സർക്കാരിന്റെയോ ഒരാളുടെയോ ഒന്നും പ്രശ്നമല്ല. നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആരോഗ്യം മെച്ചപ്പെട്ട പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ആരോഗ്യ അവബോധമുള്ളതും സർക്കാരുകളുടെ നയങ്ങൾ സ്വീകരിക്കുന്നവരാണ്. എൻ്റെ അമ്മയൊക്കെ 12 പേരാണ്, 14 പ്രസവിച്ച അമ്മ, 12 പേര് രക്ഷപ്പെട്ട് ജീവിച്ചു. പക്ഷെ ഞങ്ങൾക്ക് 12 പേരുടെ 33 മക്കളെ ഉള്ളൂ. അടുത്ത തലമുറ വന്നപ്പോൾ 1-1.5 കുട്ടികൾ വേണ്ടാന്ന് തീരുമാനിക്കുന്നവർ പോലും ഉണ്ട്. അപ്പൊ ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചുകൊണ്ടാണ് ആരോഗ്യം മെച്ചപ്പെട്ട ഒരു കാര്യം, നേരത്തെ മിസ് ചെയ്ത ഒരു കാര്യമാണ്. രണ്ടാമത്, ഈ ജീവിച്ചിരിക്കുന്നവർ അവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, നമ്മൾ കുട്ടികളെ നമുക്ക് സഹായിക്കാൻ അംഗൻവാടികളൊക്കെ ഉണ്ട്. നമുക്ക് വൃദ്ധവാടികൾ വേണ്ട സമയമാണ്. പല വീടുകളിലും സ്ത്രീകളാണ് പെട്ടുപോകുന്നത്. മകളോ മരുമകളോ ഒക്കെയാണ്, സഹോദരിയൊക്കെയാണ് വൃദ്ധരായവർ നോക്കുന്നതിന് മുഴുവൻ ഉത്തരവാദിത്വം. അവരുടെ ജീവിതം വളരെ മിസറബിൾ ആയി പോവാണ്. ഇവർ 2-3 വർഷം വെജിറ്റബിൾ പോലെ കിടക്കുന്ന മനുഷ്യർ, പ്രത്യേകിച്ച് സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ. അപ്പൊ ഇതൊരു പ്രധാന പ്രശ്നമാണ്. മറ്റു പ്രശ്നങ്ങളെല്ലാം നിൽക്കുമ്പോൾ തന്നെ സാംക്രമിക രോഗങ്ങൾ, പുതിയതായിട്ട് വരാവുന്ന രോഗങ്ങൾ, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എൻ്റെ ഊന്നൽ ആദ്യം ഇതിനകത്തായിരിക്കും. വാർദ്ധക്യം ഉണ്ടാകുന്ന കേരളം, അത് പ്രൊഡക്റ്റീവ് അല്ലാത്ത വാർദ്ധക്യം, രോഗാതുരമായ വാർദ്ധക്യം, സമ്പത്ത് മുഴുവൻ വൃദ്ധരുടെ ചെലവിലേക്ക് പോകുന്ന സർക്കാർ സംവിധാനങ്ങളൊക്കെ അവിടെ ഇവിടെ ഉണ്ടെങ്കിലും. ഒരു ഉദാഹരണം കൂടെ പറയാം. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് തെരഞ്ഞെടുപ്പ് സമയമാണ്. ഒരു തെങ്ങുന്ന് വീണ ഒരാൾ നടുവൊടിഞ്ഞ് കിടക്കുകയാണ്. അയാൾക്ക് ആദ്യ ദിവസം രാഷ്ട്രീയ പാർട്ടിയും പഞ്ചായത്തും എല്ലാം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കളും ഒക്കെ വേറെ എവിടെയാണ്, അവരും ദരിദ്രരാണ്. ഈ ഈ പുരുഷനെ 3-4 പ്രാവശ്യം എടുത്തുകൊണ്ട് പോയാണ് മൂത്ര വിസർജനത്തിന് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ കട്ടിലിൽ പോകും. ഒരു സ്ത്രീയുടെ അവസ്ഥ ആലോചിച്ചു. ഇനി എത്ര വർഷം അയാൾ ജീവിച്ചിടത്തോളം കാലം ഒരു സ്ത്രീയുടെ. അപ്പൊ സ്ത്രീകൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ അവരാണ് കൂട്ടിരിപ്പുകാർ, അവർ കിടപ്പായി കഴിഞ്ഞാൽ അവർക്കും കൂട്ടിരിപ്പുകാരാണ് സ്ത്രീകൾ. അപ്പൊ സ്ത്രീകളുടെ പലയിടത്തും സ്ത്രീകൾക്ക് തൊഴിൽ ചെയ്യാനോ ജോലിക്ക് പോകാനോ പഠിക്കാനോ പറ്റാത്തത് വൃദ്ധരായിട്ട് വീട്ടിൽ കിടക്കുന്നവരെ സംരക്ഷിക്കുക. ഇതൊരു ആരും മനഃപൂർവ്വം ഉണ്ടാക്കിയാൽ സംഭവിച്ചു പോയതാണ്. ഇതിനെപ്പറ്റി നമ്മൾ ബോധവാന്മാരല്ലെങ്കിൽ കേരളത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകും. നീണ്ടുപോയെങ്കിൽ സോറി. സർ, അല്ല സർ, അതിനെപ്പറ്റി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അതൊരു സാമൂഹിക വിഷയം തന്നെയാണ്. ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ അങ്ങനെ വരുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇന്ത്യയുടെ എന്ന് പറയുന്ന ദരിദ്ര രാജ്യത്തിന്റെ ഭാഗമാണ്. നമ്മൾ അത്ര ഭയങ്കര കാശുള്ള ഒരു രാജ്യമൊന്നുമല്ല, സംസ്ഥാനവുമല്ല. അപ്പം ഇത് ഒരു വലിയ പ്രശ്നമാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു ഹെൽത്ത് ഇഷ്യൂ ആണോ അതോ സാമൂഹികമായ ഒരു ഇഷ്യൂ ആണോ? എങ്ങനെ ചെയ്യാൻ പറ്റും? 2-3 കാര്യങ്ങളാണ്, ഒരു മൾട്ടിപ്പിൾ ലെവൽസിലാണ്. ഒന്ന്, ഇവർക്ക് വൃദ്ധരാകുമോ എന്നുള്ളത് നമുക്ക് അറിയുന്നത് കൊണ്ട് അതിന് സാമൂഹിക സംവിധാനങ്ങൾ വേണം. അത് ഗവൺമെന്റ് മാത്രമല്ല, പഞ്ചായത്തുകളുടെ ഒരു ഭാഗത്തിന് വേണ്ടി വൃദ്ധരെ സംരക്ഷിക്കാൻ മാറ്റിവെക്കണം. എല്ലാ ത്രിതല പഞ്ചായത്തുകളും എല്ലാം മാറ്റിവെക്കണം. സാമൂഹിക സംരംഭങ്ങൾ ഉണ്ടാകണം. ഗവൺമെന്റ് NGOസിനകത്ത് എൻകറേജ് ചെയ്യണം. അവിടെ ഇവിടെ ഒരു പകൽ വീടൊക്കെ നല്ല മാതൃകകളാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ വിടാനൊരു പകൽ വീടും ഇല്ലായിരുന്നു. അപ്പോൾ ഭയങ്കര ഭീമമായ ചെലവാണ് ഒരാളെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ താഴോട്ട് പോകും. അപ്പൊ ഇതിന് ബജറ്റിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 2% ഇപ്പൊ നമ്മുടെ GDPയുടെ 2% ബജറ്റ് നീക്കിയിരിക്കും, സംസ്ഥാനമായാലും കേന്ദ്രമായാലും. ഇപ്പൊ അതിനകത്ത് 1% വർദ്ധിപ്പിച്ചാൽ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഡോളർ ഈസ് ലിമിറ്റഡ് എന്നൊരു ആപ്തവാക്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉള്ളത് എവിടെ ചെലവാക്കുന്നു എന്നനുസരിച്ചിരിക്കും. അപ്പൊ അതിനകത്ത് പിന്നെ സ്വകാര്യ സംരംഭകരുണ്ട്. നമ്മളിപ്പോ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ 70% പേരും സ്വകാര്യ ആശുപത്രികളാണ് പോകുന്നത്, നമ്മൾ ഉൾപ്പെടെയുള്ളവർ. അപ്പൊ ഇവരെ കൃത്യമായിട്ട് നമ്മൾ റെഗുലേറ്റ് ചെയ്യുകയും പരിപാടികൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ഞാൻ എൻ്റെ അനുഭവത്തിനാണ് പറയുന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ക്ഷയരോഗ ചികിത്സാ രംഗത്ത് സ്വകാര്യ ആശുപത്രികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൈലറ്റ് ഉണ്ടാക്കിയ ആളാണ് ഞാൻ. എൻ്റെ അത് സൗത്ത് ഇന്ത്യൻ മോഡൽ, ദേശീയ മോഡൽ, ഇന്റർനാഷണൽ മോഡലാക്കിയ അനുഭവം ഇവിടെ പൊല്ലൂർ തുടങ്ങിയാണ്. അതുപോലത്തെ മോഡലുകൾ ഒരുപാടുണ്ട്. ഇപ്പൊ നിയമം അനുസരിച്ച് ഏത് സർക്കാർ ആശുപത്രിയെ പോലെ ഏത് പ്രൈവറ്റ് ആശുപത്രിയിലും ക്ഷയരോഗത്തിന്റെ പരിശോധനയും ചികിത്സയും സൗജന്യമാണ്. അല്ല, ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അത് എല്ലായിടത്തും നടക്കുന്നുണ്ടെന്നുള്ള ചില സാമ്പത്തിക താല്പര്യങ്ങളൊക്കെ വേറെ വരും. പക്ഷെ ഞാൻ പറയും, ലഭ്യമാണ്. അപ്പൊ ഇത് സ്വകാര്യ മേഖല എന്ന് പറയുന്നത് നമ്മൾ അവരുമായിട്ട് മത്സരിക്കുകയോ അല്ലെങ്കിൽ അവരെ തള്ളിപ്പറയുകയോ അല്ല വേണ്ട. സ്വകാര്യ മേഖല ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളിപ്പോ KSRTC ബസ്സിൽ കയറും, പക്ഷെ പ്രൈവറ്റ് ബസ് ഉള്ളെങ്കിൽ അത് കയറായിരിക്കും.
സ്വകാര്യ ആശുപത്രി എന്ന് പറയുന്നത് മാറ്റി നിർത്തേണ്ട ഒരു കാര്യമല്ല. ഒരു ഗവൺമെന്റ് പരാജയപ്പെടുത്താൻ സ്വകാര്യ മേഖല വരുന്നത് ഏത് മേഖലയായാലും. അപ്പൊ അവരെ കൃത്യമായി ഉപയോഗിക്കാൻ, റെഗുലേറ്റ് ചെയ്യാൻ ക്വാളിറ്റി നോക്കുന്നത് ഇതിനകത്തൊക്കെ ഗവൺമെന്റ് കൂടുതൽ ഇടപെടലുമാണ്. ഇത് രണ്ട് മേഖലയായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. കേരളത്തിലെ ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ആശുപത്രികളുടെ വകുപ്പല്ല, അതിന്റെ ഡയറക്ടറോ അതിന്റെ മന്ത്രിയോ അല്ല. കേരളത്തില് ആരോഗ്യവുമായി ബന്ധപ്പെട്ട എല്ലാ സിസ്റ്റത്തിന്റെ എല്ലാ ടൈപ്പ് ആശുപത്രികളുടെയും ഉത്തരവാദിത്തം ആരോഗ്യവകുപ്പിനാണ്. ഈ ലെവലിലൊരു തിങ്കിങ് തുടങ്ങിയാൽ മാത്രമേ ഞാൻ കേന്ദ്ര ആരോഗ്യ ഡയറക്ടർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രൈവറ്റ് സെക്ടർ ദേ ആർ ബാഡ്, അല്ലെ IMA ദേ ആർ യൂസ്ലെസ്. ഇതാണ് പ്രശ്നം. ദേശീയ ആരോഗ്യ ഡയറക്ടർ വളരെ റീസെന്റ് ആയിട്ട് പ്രൈവറ്റ് സെക്ടർ ഇസ് ബാഡ്, പക്ഷെ അയാൾ അസുഖം വന്ന പ്രൈവറ്റ് ആശുപത്രിയിലാണ് പോകണം. ഈ ഒരുപാട് കാര്യങ്ങൾ ഞാനൊരു മേജർ സ്ഥാനം ഇത് പറഞ്ഞാൽ നമ്മുടെ ഉള്ള റിസോഴ്സസിനെ എങ്ങനെ എക്കണോമിക് ആയിട്ട് യൂസ് ചെയ്യാമെന്നുള്ള ഒരു പ്രൈവറ്റ് സെക്ടർ. നമ്മൾ കോവിഡ് വന്നപ്പോഴത്തേക്ക് സ്വകാര്യ ആശുപത്രിയിൽ കോവിഡ് വന്ന് അടപ്പിക്കുന്ന നിയമമായിരുന്നു ആദ്യം. ഞാനൊക്കെ ഒരുപാട് വഴക്കിട്ടാണ്, എനിക്ക് ചിത്തപ്പേരും കിട്ടി. പ്രൈവറ്റ് ആശുപത്രിക്ക് പൈസ വാങ്ങിച്ചു കൊടുക്കാണ്. നമ്മൾ 70% പേര് പോകുന്ന ആശുപത്രി അടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ റിസോഴ്സ് അല്ലേ പോകുന്നത്. അത് തുറന്നതിന് ശേഷമാണ് ഗവൺമെന്റ് റിലീഫ് ഇറ്റീസ്. ജനറൽ ആശുപത്രിയിൽ 10 രൂപ പോക്കറ്റില്ലാത്ത ആള് ICUവിൽ കയറ്റേണ്ട അവസ്ഥയാണ് തിരുവനന്തപുരത്ത്. എവിടെ പോവും? മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളൊക്കെ നിറഞ്ഞു കവിയാണ്. ഇപ്പൊ പ്രൈവറ്റ് ആശുപത്രികൾ ഭയന്ന് രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അത് ഒരു അബദ്ധമാണ്, തിരുത്തി. ഇത്തരം ചില കാര്യങ്ങൾ ഔട്ട്സൈഡ് ദി ബോക്സ് തിങ്ക് ചെയ്യേണ്ട സമയവും കൂടിയാണ്. താങ്ക് യു. ഷമീറെ, അത് ഷമീർ എന്ന് പറയാവോ, ഇതൊരു എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് വയസ്സായ ആൾക്കാരെ സംരക്ഷിക്കാനായിട്ട്? അതൊരു ഹെൽത്ത് പ്രോബ്ലം തന്നെയാണോ? ഹെൽത്ത് പ്രോബ്ലം കൂടിയാണോ? എല്ലാം കൂടി ഇപ്പം ലാൽ സാർ പറഞ്ഞ പോലെ തന്നെ എല്ലാം കൂടിയ ഒരു കാര്യമാണിത്. അപ്പൊ അതിൽ നമുക്ക് സാറ് പറഞ്ഞപ്പോ നമ്മുടെ ഒരു സർക്കാർ തലത്തുനിന്നോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ തലത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വ്യക്തിപരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ അതിലൊരു പ്രസക്തമാണ്. ഇപ്പം സാറ് പറഞ്ഞ പോലെ നമ്മള് ഈ പ്രായം കൂടി വരുമ്പോൾ നമ്മൾ സ്വയം രോഗിയാവാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവബോധം നമുക്കും സ്വയവും ഉണ്ടാവണം. അപ്പം ഇവിടെ സംഭവിക്കുന്നത്, ഇപ്പൊ സാറ് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു. സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 40 വയസ്സാകുമ്പോഴത്തേക്കും മുട്ട് തേയ്മാനം തുടങ്ങി, പിന്നെ നടുവില് തേയ്മാനം വന്നു. അപ്പൊ അവരുടെ ഒരു ശരീരഭാരത്തിലോ അവരുടെ എല്ലിന്റെ ആരോഗ്യത്തിലോ ബാക്കിയുള്ള നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് ഇതിലൊന്നും തന്നെ നമ്മുടെ പൊതുവെ പുരുഷന്മാരെക്കാൾ അതിൽ സ്ത്രീകളെ കൂടുതൽ നമ്മൾ കൂട്ടേണ്ടി വരും. അപ്പം ആ ഒരു ശ്രദ്ധ വളരെ കുറയുന്നത് കൊണ്ടാണ്. ഇപ്പൊ സാറ് നേരത്തെ കമ്പയർ ചെയ്ത് പറഞ്ഞില്ലേ, ഇപ്പം US-ലുള്ള ഒരു 80 വയസ്സുള്ള സ്ത്രീ സുഖമായി വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മുടെ 80 വയസ്സുള്ള സ്ത്രീ കിടപ്പിലാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ ഈ ജീവിതശൈലി രോഗങ്ങളും അവരുടെ വെയിറ്റ്, അവരുടെ എല്ലിന്റെ ആരോഗ്യം, ഇങ്ങനത്തെ കാര്യങ്ങളിൽ എല്ലാം നമുക്കിപ്പോൾ പുറത്തുനിന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് സ്വയം ഒരു അവബോധം അതിൽ വേണം. നമ്മളിപ്പോൾ പലപ്പോഴും ജീവിച്ച് പോകുമ്പോൾ നമ്മൾ സ്വന്തം കുട്ടികളുടെ കാര്യം, ബാക്കിയുള്ളവരുടെ കാര്യം, അങ്ങനെ 40-50 വയസ്സ് വരെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിച്ചു. അപ്പോഴത്തേക്ക് സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. 50 വയസ്സാകുമ്പോഴത്തേക്ക് പ്രഷർ വന്നു, ഷുഗർ വന്നു, പിന്നെ അതിന്റെ കോംപ്ലിക്കേഷൻസ് ആയി. ഒരു 60 വയസ്സാകുമ്പോഴത്തേക്ക് കാഴ്ച കുറഞ്ഞു, പിന്നെ അങ്ങനെ 70 വയസ്സാകുമ്പോഴത്തേക്കും ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളിൽ പലതും ഇപ്പൊ പുറത്തുള്ളതും നമ്മളും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ പിറകിലാണ്. കാരണം നമുക്ക് ഈ വ്യായാമം എന്ന് പറഞ്ഞ ഒരു സംഭവം, അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റിനെ കുറിച്ചുള്ള ഒരു ബോധം, നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം അറിയാം. പക്ഷെ നമ്മളത് സ്വയം പ്രാവർത്തികമാക്കില്ല. ഇതൊന്നും വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല, എല്ലാവർക്കും എല്ലാം അറിയാം. പക്ഷെ നമ്മുടെ സ്വന്തം, ഇപ്പം നമ്മൾ സ്വയം ആലോചിച്ചാൽ പോലും ഞാനൊരു ദിവസം എത്ര സമയം വ്യായാമത്തിന് വേണ്ടി ചെലവഴിക്കും, എന്റെ ജീവിത ശൈലി എങ്ങനെയാണ്, ഭക്ഷണം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വന്തം ജീവിതത്തിൽ അത് പ്രായോഗികമായിരിക്കില്ല. പക്ഷെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രത്യേകത നമ്മുടെ മലയാളികൾക്കുള്ളത്. അത് ഒരു കാരണം. പിന്നെ രണ്ടാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ടൊന്നും പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്ത ചില രോഗങ്ങളുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ അൽഷീമേഴ്സ് പോലത്തെ സംഭവം, അതൊക്കെ ഇപ്പം ഒരു ശാസ്ത്രീയമായിട്ട് ഇതുവരെ നമുക്കത് തടയാനുള്ള പ്രത്യേകിച്ചൊരു പല കാര്യങ്ങൾ പറയും, അത് ചെയ്താൽ ഇത് ചെയ്താൽ, പക്ഷെ ഒന്നും തന്നെ അങ്ങനെ പ്രൂവ്ഡ് ആയിട്ടുള്ള ഒന്നല്ല. അതിപ്പം ഇപ്പൊ പുറത്ത് നോക്കിയാലും, ഇപ്പൊ ഒരു പാശ്ചാത്യ രാജ്യം നോക്കിയാലും കേരളം നോക്കിയാലും ഒരു വ്യത്യാസം അതിൽ കാണില്ല. കാരണം 80 വയസ്സായി കഴിഞ്ഞാൽ ഓർമ്മക്കുറവ് വരുന്ന ആളുകൾ അവിടെയും ഇവിടെയും ഏതാണ്ട് ഒരുപോലെ. അപ്പൊ ആ തരത്തിലുള്ള ആളുകൾ, അതൊന്നും നമുക്ക് ഇപ്പോഴത്തെ നിലക്ക് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ മാർഗങ്ങളില്ലാത്ത സിറ്റുവേഷൻസ് ആണ്. അത് നമ്മൾ അവരെ എന്ത് ചെയ്യും എന്നുള്ള നേരത്തെ ലാൽ സാർ പറഞ്ഞ പോലെ അതിനുള്ള ബാക്കിയുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അവിടെ എനിക്ക് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മൾ കേരളത്തിന്റെ മോഡലിനെ നേരത്തെ പ്രകീർത്തിച്ചപ്പം ഇതിലും ഒരു ചെറിയ വ്യത്യാസം പുറത്തുണ്ട്. ഞാൻ പുറത്ത് പോയിട്ടേ ഇല്ല, എല്ലാം കേട്ടറിവ് മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് കേരളത്തിന് പുറത്ത് ഒട്ടും വർക്ക് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ കേട്ടറിവ് വെച്ചിട്ട് ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലം ശരിക്കും പറഞ്ഞാൽ അതിൽ ഇവർക്ക് വളരെ പോസിറ്റീവ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഇവരെ തഴയില്ല. ഇപ്പൊ നമ്മൾ കോവിഡ് വന്നപ്പോൾ പല വിദേശ രാജ്യങ്ങൾ, വളരെ ഡെവലപ്ഡ് ആയിട്ട് രാജ്യങ്ങൾ, ഇപ്പൊ ഇറ്റലി പോലെയുള്ള രാജ്യങ്ങളിൽ കൂട്ടമരണങ്ങൾ സംഭവിക്കാനുള്ള ഒരു കാരണം ഇതേപോലെയുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക്
കോവിഡ് വൈറസ് കയറി മൊത്തം അവിടെയുള്ള ആളുകളെല്ലാം. പക്ഷെ ആ സമയത്ത് നമുക്ക് നമ്മുടെ പല വൃദ്ധന്മാരെയും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ഒളിപ്പിച്ച് നിർത്താനും റിവേഴ്സ് ക്വാറന്റൈൻ വഴി പലരെയും നമുക്ക് രക്ഷിച്ചെടുക്കാനും പറ്റി. കാരണം അവർക്ക് ആ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം നമ്മൾ ഓരോ വീട്ടിലും നമ്മൾ ഒരുക്കി. ഇപ്പോഴും നമ്മൾ ആ ഒരു കുടുംബത്തിന്റെ ഒരു കെട്ടുറപ്പ്, നമ്മളെ വീട്ടിലുള്ള പ്രായമുള്ളവരെ നമ്മൾ നോക്കുക, നമ്മൾ സംരക്ഷിക്കുക എന്നുള്ള ഒരു സപ്പോർട്ട് നമ്മുടെ ഇൻഡിവിജ്വലി നമുക്ക് ഇപ്പോഴും കേരളം വളരെ നന്നായി ചെയ്യുന്നുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു ഇതിൽ. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യം സോൾവ് ആവില്ല എന്നുള്ള ലാൽ സാറിന്റെ പോയിന്റിനോട് ഞാൻ യോജിക്കുകയാണ്. കാരണം ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇതിപ്പോ നമ്മൾ വീട്ടിലുള്ള എല്ലാവരും വർക്ക് ചെയ്യാൻ പോകുന്നു, വിദേശത്ത് പോകുന്നു, ഈ പ്രായമുള്ളവർ ഒറ്റക്കാവുന്നു എന്നുള്ളൊരു പ്രശ്നം വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് നമുക്ക് പുറത്തുനിന്നുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. രോഗങ്ങൾ തടയാനുള്ള സ്റ്റെപ്പുകൾ നമ്മൾ ചെറുപ്പം മുതലേ സ്വീകരിക്കണം. ഒരു പ്രായമാവുമ്പോൾ രോഗിയായി കിടക്കരുത് എന്നുള്ളൊരു ബോധം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വേണം. എന്നിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾ ഒന്നിച്ചു പോയെങ്കിൽ മാത്രമേ നമുക്കൊരു ഭാവിയിൽ നമുക്ക് ഈ ഒരു പ്രശ്നം കുറച്ചെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ചോദ്യം കൂടെ ഞാൻ ഷമീറിനോട് ചോദിച്ചിട്ട് ലാൽ സാറിനോട് വരാം. ഷമീർ ജനറൽ മെഡിസിനിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, എനിക്കറിയാം ഇതുപോലത്തെ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഞാനും പഠിച്ചത്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് പോലെ. ഞാൻ ഈ ഇതുപോലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യക്കുറവൊന്നും ഇല്ലായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. പക്ഷെ ചെയ്യാത്ത ഒരു പ്രധാന കാര്യം എന്താണെന്നറിയാം, ഞാനൊരു കുറച്ചൊരു ഈ വേറെ പല കാര്യത്തിനും ഞാൻ ഭയങ്കര മടിയനും ഭയങ്കര ഉഴപ്പനും അങ്ങനെയാണ്. പക്ഷെ ഈ പ്രൊഫഷന്റെ കാര്യത്തിൽ എനിക്കിപ്പം നമ്മളെ പഠിപ്പിച്ച അല്ലെങ്കിൽ ഒരു രോഗിയെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുമാതിരി നന്നായിട്ട് ചെയ്യണം എന്ന ഒരു കാര്യം ഉറപ്പാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡെവലപ്ഡ് കൺട്രീസിൽ ഡെവലപ്പ് ചെയ്ത മെഡിക്കൽ സയൻസ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന് തന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ ഇരിക്കുമ്പം ജനറൽ മെഡിസിൻ, പക്ഷെ ജനറൽ മെഡിസിൻ നമുക്ക് ഒരുമാതിരി വിവരം ഉള്ളത് കൊണ്ട് അത്രയും കുഴപ്പമില്ല. കാരണം അപ്പൊ ജനറൽ മെഡിസിൻ നമുക്ക് അത്യാവശ്യം വിവരമുണ്ട്. അപ്പം നമ്മൾ കുറെ രോഗികളെ നോക്കുന്നു, കുറെ ഇന്റേൺ ആയിരിക്കുമ്പോൾ തന്നെ, ഹൗസ് സർജൻ ആയിരിക്കുമ്പോൾ തന്നെ. പക്ഷെ പലപ്പോഴും നമുക്ക് ആ രോഗികളെ കുറേ പേരെ നോക്കുമ്പം എന്തൊക്കെയോ നമ്മൾ ചെയ്തു കൂട്ടുന്നു പല ഇടയ്ക്ക് വെച്ച്, നമുക്കൊരു ക്വാളിറ്റി കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ പക്ഷെ എത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടറായാൽ എങ്ങനെയാണ് ഇപ്പോൾ ഒരു 200 പേഷ്യൻസിനെ അല്ലെങ്കിൽ 300 പേഷ്യൻസിനെ അല്ലെങ്കിൽ ഈവൻ 100 പേഷ്യൻറ്റിനെ പോലും നമുക്കൊരു OP സെഷനിൽ കാണാൻ പറ്റും? അവർക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത്? അത് ഒരുമാതിരി പറ്റാത്തൊരു കാര്യമല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഇതിപ്പോ നമ്മളിപ്പോ അടുത്തൊരു പ്രശ്നത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ നേരിടുന്ന പ്രശ്നങ്ങളിലെ രണ്ടാമത്തെ ഒരു പ്രശ്നത്തിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ ജിമ്മി സാർ വളരെ ഒരു ഹ്യൂമർ സെൻസോട് കൂടി മെല്ലെ അതിലേക്ക് കടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നമ്മുടെ ആരോഗ്യ മേഖല അല്ലെങ്കിൽ ആരോഗ്യ പ്രസ്ഥാനങ്ങൾ, ഈ ഒരു പബ്ലിക് ഹെൽത്ത് സിസ്റ്റം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇപ്പൊ സാറ് ചോദിച്ച ഈ ചോദ്യമാണ്. എന്ന് വെച്ചാൽ ഈ ഹ്യൂമൻ റിസോഴ്സസിന്റെ കുറവ്, എന്ന് വെച്ചാൽ മാൻ പവർ, മനുഷ്യ വിഭവശേഷി എന്നാണ്. നമ്മുടെ ഗ്രോത്ത് എല്ലാം നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിലാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ബിൽഡിങ്ങുകൾ, നമ്മുടെ അങ്ങനെ മെഷീനുകൾ, ഇതെല്ലാം ഗ്രാഫ് കുത്തനെ കൂടുമ്പോഴും നമ്മുടെ മാൻ പവറിന്റെ എണ്ണം നമ്മളിപ്പോൾ പണ്ടെന്നോ നിന്നെടുത്ത് തന്നെ നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് സാറ് പറഞ്ഞ ഈ ചോദ്യം നമ്മളെല്ലാം നേരിടേണ്ടി വരുന്നത്. ഒരിക്കലും പോസിബിൾ അല്ല. അതിപ്പോ നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ അറിയാലോ. ഇപ്പൊ നമ്മുടെ OP-യിൽ 200 പേര് വന്ന് 201ാമത്തെ ആളെ നമ്മൾ നോക്കുമ്പോഴുള്ള അതിന്റെ ക്വാളിറ്റി ഒരിക്കലും നമുക്ക് ആദ്യം നോക്കിയ ആൾക്ക് ചെയ്ത പോലെ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ അത് കോംപ്രമൈസ് ആയിട്ട് ചെയ്യേണ്ടി വരികയാണ്. അപ്പൊ ഇപ്പം നമ്മൾ കൊടുക്കുന്ന കേരളത്തിലെ ഒരു പൊതുജന ആരോഗ്യ സംവിധാനങ്ങളെല്ലാം ഒരു സാധാരണക്കാരന് കൊടുക്കുന്ന സേവനങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ ഈ ലിമിറ്റഡ് ഹ്യൂമൻ റിസോഴ്സസിനെ വെച്ചുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ ഓവർ വർക്ക് ചെയ്യാതെ ഒന്നും നടക്കില്ല. ഇപ്പം നമ്മുടെ വാർഡിലെ ഒരു സിസ്റ്റർ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് പണിയെടുക്കാതെ നമുക്ക് ആ വാർഡ് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പം അവിടെ ആളില്ല, അതൊരു സത്യമാണ്. അപ്പം അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം, അത് വീണ്ടും നമ്മൾ തിരിച്ച് സാമ്പത്തികത്തിലൊക്കെ തന്നെ ആയിരിക്കും. കാരണം ഒരാൾ അപ്പോയിന്റ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അവരുടെ ശമ്പളം എന്നുള്ളതൊക്കെ ആയിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് സത്യമായിട്ടല്ലേ പറയാൻ പറ്റൂ. അപ്പൊ എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ഗ്യാപ്പുകളെല്ലാം നമ്മൾ ഈ ടെമ്പററി ആയിട്ട് വരുന്ന ഒന്നുകിൽ PG സ്റ്റുഡൻസ്, ഹൗസ് സർജൻസ്, നഴ്സിംഗ് സ്റ്റുഡൻസ്, ഇങ്ങനെയുള്ള ആളുകളും പിന്നെ ബാക്കി വലിയൊരു ഭാഗം ജോലി ചെയ്യുന്നത് ബൈസ്റ്റാൻഡേഴ്സ് തന്നെയാണ്. അപ്പൊ അത് വലിയൊരു ബുദ്ധിമുട്ടല്ല. ഇപ്പൊ ഒരു രോഗി അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കൂടെയുള്ള ഒരു ബൈസ്റ്റാൻഡർ ഓടുന്നതിന് കയ്യും കണക്കുമില്ല. എല്ലാത്തിനും ഇപ്പം എല്ലാ ടെസ്റ്റും ഇപ്പം സാറിന്റെ ജിമ്മി സാറിന്റെ ഒരു ഹോസ്പിറ്റലിൽ
അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സാറിന്റെ ലാപ്ടോപ്പിലോ അല്ലെ സിസ്റ്റത്തിലോ റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഓരോ റിസൾട്ടിനും അങ്ങോട്ട് പോയി ഇവിടെ പോയി ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ നെട്ടോട്ടം ഓടിയിട്ട് അതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഇത് അങ്ങനെ ഒരു ഭാഗം ബന്ധുക്കളും ബാക്കിയുള്ള ഭാഗങ്ങളിൽ PG ഹൗസൻസ് ബാക്കിയുള്ള സ്റ്റാഫുകൾ ഇവരെല്ലാം വെച്ചിട്ട് ഒരു നികത്തിയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും നമുക്കുള്ള ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും പൊതുജനങ്ങളിലേക്കും പോവും. പിന്നെ ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞോളാം, അത് നേരത്തെ ബാക്കിയാണ്. നമ്മൾ ആ പ്രായം ആയവരുടെ കാര്യം പറയുമ്പോൾ അതിൽ സാറ് ഒരു വെന്റിലേറ്ററിന്റെ കാര്യവും പ്രായമായവരുടെ കാര്യവും കൂടെ ഒന്നിച്ച് വരുന്നതിൽ അവിടെ ഒരു സംഭവം കൂടി കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രായമുള്ള ആൾക്കാരെ വളരെ നല്ലോണം നോക്കും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന്റെ ഒരു ചെറിയൊരു നെഗറ്റീവ് പോയിന്റും കൂടെ ഉണ്ട്. പലയിടത്തും നമ്മൾ ഇവരെ മരിക്കാനും സമ്മതിക്കില്ല. അപ്പം ഈ പ്രായമുള്ള ആളുകൾ ഇപ്പൊ സാറ് നേരത്തെ ചോദിച്ചില്ല, അപ്പൊ നമുക്ക് എന്തുകൊണ്ട് വെന്റിലേറ്റർ പിന്നെ കിട്ടാതെ പോകുന്നു, അല്ലെങ്കിൽ അപ്പൊ ഇപ്പോഴും നമ്മളൊരു ഡൈയിങ് വിത്ത് ഡിഗ്നിറ്റി അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഉള്ള ഒരു മരണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനും കേരളത്തിൽ, അത് പുറത്ത് പലയിടത്തും സംഭവിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിലെ ജനത ഇപ്പോഴും അതിൽ വളരെ അത് നമുക്ക് പിന്നെ ഒന്ന് സംസാരിക്കണം അതിനെ ഓക്കെ പറ്റി. ഓക്കെ ഞാൻ ആദ്യം ലാൽ സാറിനോട് ഇത് തന്നെ ചോദിക്കട്ടെ സാറേ, നമ്മളൊരു 200-300 പേഷ്യൻസിനെ നോക്കേണ്ടി വരുന്നത് എങ്ങനെയാണ് അത് നമുക്ക് തടയാൻ പറ്റുക? നമ്മുടെ കേരളത്തിന് പുറത്ത് എങ്ങനെയാണ് ഇത് അവർ മാനേജ് ചെയ്യുന്നത്? വേറെ സ്റ്റേറ്റുകളിൽ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറ്റുക? ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതിനെ നമുക്ക് തരണം ചെയ്യാം സാർ? മറ്റ് പല സ്റ്റേറ്റുകളുടെ അവസ്ഥ ഇതിലും ദയനീയമാണ്, വളരെ ദയനീയമാണ്. പക്ഷേ ചില തമിഴ്നാട്, കർണാടക അങ്ങനെ ചില സ്റ്റേറ്റുകൾ വളരെ ശ്രദ്ധയോടെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നത് വളരെ ഫാസ്റ്റായിട്ട്, നമ്മളെക്കാൾ വേഗത്തിലാണ്. നമ്മളെ മുന്നിലാകാത്തത് അവർ വളരെ പിന്നിന്ന് വരുന്നുണ്ട്, അതും കാണുന്നുണ്ട്. UP, ബീഹാർ പോലെ സ്ഥലങ്ങളിൽ ഡോക്ടർമാർ വരാത്ത, ഒരിക്കൽ പോലും ശമ്പളം വാങ്ങാൻ മാത്രം വരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആളുകൾക്ക് രണ്ട് കാര്യമാണ്: ആരോഗ്യ അവബോധം ഉള്ളതുകൊണ്ടും അസുഖം വന്ന ഉടനെ ആശുപത്രിയിൽ വരുന്നു എന്നുള്ള റിയാലിറ്റി ഉണ്ട്. അതും കൂടെ കൊണ്ടാണ് നമ്മുടെ നമ്പർ കൂടുന്നത്. പക്ഷെ ഇവിടെ പറ്റിപ്പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനിതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്, PHCയിലും ചെറിയ ആശുപത്രിയിലും വർക്ക് ചെയ്യുമ്പോൾ തിരുവനന്തപുരത്തൊക്കെ ഒരു ദിവസം 200-250 OP ആണ്. 3 പേരുണ്ട്. 2 പേർ ചിലപ്പോൾ ലീവൊക്കെ ഒരുമിച്ചായി കഴിഞ്ഞാൽ ഒരാൾ പേര് പോലും ചോദിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെയും അവിടെ തന്നെയാണ് എല്ലാ പ്രശ്നവും പരിഹരിക്കേണ്ടത് എന്നുള്ളൊരു കുറേ വിഷയങ്ങളുടെ തിരുത്തലുകൾ ആവശ്യമാണ്. മാത്രമല്ല, നമ്മൾ മെഡിക്കൽ കോളേജിൽ അറിയാം, തിരുവനന്തപുരത്ത് എവിടെയായാലും തലവേദന വന്നു കഴിഞ്ഞാൽ നേരെ ന്യൂറോളജിസ്റ്റിന്റെ അടുത്ത് വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ റിയൽ ന്യൂറോളജിസ്റ്റിന്റെ കെയർ വേണ്ടെന്ന് ചിലപ്പോൾ അവസാനമായി പോയി ക്യൂവില്, പലയിടത്തും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പൊ ഈ പല അത് നമ്മളൊക്കെ കുറെ വർഷങ്ങൾ ഞാൻ പഠിക്കുമ്പോഴേ കേൾക്കുന്നതാണ്, ഫാമിലി ഡോക്ടർ സിസ്റ്റം വരണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനകത്ത് എളുപ്പമല്ല. പ്രൈവറ്റ് സെക്ടറായിട്ടുള്ള സാമ്പത്തിക വിഷയത്തിലുള്ള കോൺഫ്ലിക്റ്റുകളും മത്സരങ്ങളും ഒക്കെയാണ്. പക്ഷെ ഇതൊരു സിസ്റ്റം നടപ്പാക്കിയേ പറ്റുള്ളൂ. ഇപ്പം നമ്മള് പല മേഖലയിലായിട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ നന്നായി ഉപയോഗിക്കപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവിടെ നമ്മൾ ടെർഷറി കെയർ സെന്റർ ആക്കാനാണ് നോക്കുന്നത്. എനിക്കറിയാവുന്ന ക്യാൻസർ സ്പെഷ്യലിസ്റ്റുകൾ PHCയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യലിസ്റ്റ്. അപ്പൊ അവരുടെ പ്രാക്ടീസിലേക്ക് ചാനലൈസ് ചെയ്യാനായിട്ട് ആശുപത്രികൾ ഉപയോഗപ്പെടുന്നുണ്ട്. ഞാൻ PHCയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്. അവിടുത്തെ എല്ലാ ആരോഗ്യ ഈവൻസിനും നമ്മൾ റെസ്പോൺസിബിൾ ആണ്. പക്ഷെ എത്ര പേര് ഫീൽഡിൽ പോകുന്നു, എത്ര പേര് എല്ലാം പ്രാക്ടീസ് കഴിഞ്ഞ് മരുന്ന് എഴുതിയിട്ട് അല്ലെങ്കിൽ ചിലരുടെ എതിർവശത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. പക്ഷെ PHCയിലെ അവസ്ഥയാണ് ഈ പറയുന്നത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായി തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് പേരെ കാണാൻ പറ്റും. പിന്നെ നേരെ പോവാതെ റെഫറൽ ആശുപത്രി എന്നാണ് ഇപ്പൊ മെഡിക്കൽ കോളേജ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാർഡ് എടുത്താൽ റെഫറൽ ആശുപത്രി നമുക്ക് സമീപ പ്രദേശത്തുകാരന് വേണം എങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ അല്ലാതെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കറക്റ്റായിട്ടൊരു ട്രാജിങ്, ഒരു ഫിൽട്രേഷൻ നടക്കുന്നില്ല എന്നൊരു റിയാലിറ്റി ഉണ്ട്. നമ്മൾ ചില മന്ത്രിമാർ വളരെ സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇവർ ശ്രീമതി ടീച്ചർ മന്ത്രിയായിരുന്നപ്പോഴത്തെ പ്രൈവറ്റ് പ്രാക്ടീസ് നിരോധിക്കുന്ന എളുപ്പമുള്ള കാര്യമല്ല. ആ ഒരു ബോൾഡ് ഡിസിഷൻ വന്നാൽ പല മന്ത്രിമാരും അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങള് BSc കോട്ടയം എന്ന മെഡിസിന്, ഞാനൊക്കെ BSc കഴിഞ്ഞിട്ട് വന്നതാണ്, 60% സീറ്റ്സ് BScക്ക് റിസർവ്ഡ് ആയിരുന്നു. പൊക്കം പുരുഷോത്തമൻ മന്ത്രിയാണ് ഇതിന്റെ ആവശ്യമില്ല, +2കാരെല്ലാം ചേർന്നോട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ചില ഭയങ്കര സമരങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ചില ബോൾഡ് ഡിസിഷൻസ് ആരോഗ്യരംഗത്ത് വരേണ്ടതുണ്ട്. അപ്പൊ ഇപ്പൊ കേരള ഗവൺമെന്റ് ഈ ആന്റിബയോട്ടിക് ഓവർ ദി കൗണ്ടർ വിൽപ്പന കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ ചില ബോൾഡ് ഡിസിഷൻസ് ഇക്കാര്യത്തിലും വേണ്ടാണ്. നമുക്ക് സമീപ പ്രദേശത്ത് ആശുപത്രി ഉണ്ടായിരിക്കുക. ഇനി അതിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച പോയിന്റ്. നമ്മൾക്ക് ഇടയ്ക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ സംവിധാനമാണ്. ഇപ്പൊ സർക്കാർ ഡോക്ടർമാർക്ക് പ്രൈവറ്റ് ആശുപത്രിയിൽ പ്രവർത്തിക്കാനുള്ള ചില സ്ലോട്ട്സ് അല്ലെങ്കിൽ പിരിച്ച് പ്രൈവറ്റുകാരനെ വിളിച്ചുകൊണ്ടുവന്ന് ഗവൺമെന്റിൽ ചിലപ്പോൾ ഒരു സ്ഥലത്ത് സിസേറിയൻ ചെയ്യാൻ ആള് കാണില്ല,
ഇപ്പൊ പ്രൈവറ്റുകാരന് ഗവൺമെന്റ് ഫീസ് കൊടുത്ത് ചെയ്യിക്കുന്നുണ്ട്. ഇപ്പൊ ഉണ്ടോന്നറിയില്ല പദ്ധതി. അപ്പൊ ഇങ്ങനെ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള അസുഖം ഉണ്ടാക്കുന്ന ബാക്ടീരിയക്കോ അല്ലെങ്കിൽ ഹെർണിയ ഉണ്ടാക്കുന്ന ശരീരത്തിനോ അറിയില്ല പ്രൈവറ്റ് ഡോക്ടറാണോ പബ്ലിക് ഡോക്ടറാണോ. ചികിത്സയാണ് ആവശ്യം. ഇപ്പൊ ചികിത്സ ഏറ്റവും അടുത്തുള്ള ഡോക്ടറോട് കിട്ടും. പ്രൈവറ്റിൽ പാവപ്പെട്ടവൻ ചെന്ന് കഴിഞ്ഞാൽ അവന് ചാർജ് കൂടുതലായിപ്പോൾ. അതിന് ഇൻഷുറൻസ് സംവിധാനം കൊണ്ടെങ്കിൽ വ്യാപകമല്ല. അതിനപ്പോ സബ്സിഡി. ഇന്ന് എൻ്റെ MBA സ്റ്റുഡൻസിന് അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന ഒരു സന്തോഷ് കോശി, ഒരു യൂണിവേഴ്സിറ്റി മെഡിസിൻ ഹെഡാണ്, അയാളാണ് സംസാരിച്ചത്. അപ്പൊ നമുക്ക് അതിശയം തോന്നും. ഇവിടെ എമർജൻസി ആയിട്ട് വന്നാൽ പോലും ആൻജിയോഗ്രാം ഒക്കെ ചെയ്യണമെങ്കിൽ 1 ലക്ഷം രൂപ ആദ്യം സർക്കാരിൽ അടയ്ക്കണം. സർക്കാർ ആശുപത്രി കാര്യമാണ് പറയുന്നത്. മറ്റിടത്ത് പ്രൈവറ്റ് സെക്ടർ പൂർണ്ണമായിട്ടൊന്ന് ആധിപത്യം എന്ന് പറയുന്ന അമേരിക്കയിൽ എമർജൻസീസ് എല്ലാം അല്ലെങ്കിൽ അതുപോലെ വരുന്നവന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്നവന് പൈസ കാര്യം പിന്നീടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പോൾ മാത്രമല്ല ഈ അവിടെ ഇൻഷുറൻസിന്റെ കീഴിൽ വരുന്ന ആശുപത്രികൾ ആയിരിക്കണം, നമ്മുടെ ഇൻഷുറൻസിന്റെ കീഴിൽ വരുന്ന ആശുപത്രി ആയിരിക്കണം നമ്മൾ പോകുന്നത്. അതുപോലെ അപ്പൊ അത് ഏത് ആശുപത്രിയിലും പോവാം. അപ്പൊ അങ്ങനെ നമുക്ക് ഈ സ്വകാര്യ ഗവൺമെന്റ് എല്ലാവരും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. നമ്മൾ കോവിഡിന്റെ കാര്യം പറഞ്ഞു, അതുമല്ല ഗവൺമെന്റ് ഇടപെട്ടില്ലേ. നമ്മുടെ ടെസ്റ്റിന് വന്നപ്പോഴത്തേക്ക് PCR-ന് 2000 വാങ്ങിച്ച മുഖ്യമന്ത്രി പറഞ്ഞ 500 മതി എന്ന് പറഞ്ഞു. അതൊരു ഗവൺമെന്റ് പോളിസിയാണ്. എല്ലാവരും പിന്നെ 500 താഴെ കൊണ്ടുവരാൻ നോക്കി. അപ്പൊ അതുപോലെ ചില ഇടപെടലുകൾ ഗവൺമെന്റ് പ്രൈവറ്റ് വ്യത്യാസമില്ലാതെ ചില പ്രാഥമിക കാര്യങ്ങൾ പ്രൈവറ്റായാലും ഗവൺമെന്റ് ചെയ്തിരിക്കണം. ആ ബാധ്യതയുണ്ട്. ഇപ്പൊ 70% സ്വകാര്യ മേഖലയാണ്. കേരളത്തിലും ഇന്ത്യയിലും പൊതുവെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ ബോൾഡ് ഡിസിഷൻസ് എടുക്കുകയും അപ്പൊ ഡീകൺജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പ്രൈവറ്റ് ആശുപത്രി ചിലപ്പോൾ അത് ചെറിയ സാമ്പത്തിക ആനുകൂല്യങ്ങളോ ഒക്കെ കൊടുക്കുന്നത് പോലും മൊത്തത്തിൽ ലാഭമായിരിക്കും. അതിൻ്റെ പിന്നെ രോഗിക്ക് ചികിത്സ കിട്ടണമല്ലോ. അപ്പോൾ തൊട്ടടുത്ത പ്രൈവറ്റ് ആശുപത്രി ഉള്ളപ്പോൾ അവിടുത്തെ റേറ്റിനെ ഭയന്നിട്ട് ഗവൺമെന്റ് ആശുപത്രി ക്യൂ നിൽക്കുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇത് സമയമെടുക്കും ഒരുപാട്. ഞാൻ പെട്ടെന്ന് പറയാൻ നോക്കണം. അപ്പൊ റീസ്ട്രക്ചറിങ് ആവശ്യമുണ്ട്. രോഗിക്കും രോഗത്തിനും പ്രൈവറ്റും പബ്ലിക്കും വ്യത്യാസമില്ല. ഇപ്പൊ നമ്മൾ അതല്ലേ പറഞ്ഞു, നമ്മൾ ഗവൺമെന്റ് ബസ്സിൽ കയറി KSRTC ബസ്സിൽ കയറിയിട്ട് അടുത്ത റൂട്ടിൽ കയറിയപ്പോൾ നമ്മൾ പ്രൈവറ്റ് കയറി പോകും. രണ്ടും ഒരേ ബസ്, യാത്രക്കാരന് തുല്യമാണ്. പ്രൈവറ്റ് കുറച്ചുകൂടെ ഫ്രണ്ട്ലിയാണ്, പക്ഷെ റേറ്റ് സെയിം ആണ്. കേരളത്തിൽ ഓട്ടോറിക്ഷ പ്രൈവറ്റ് സെക്ടറാണ്. നമ്മൾ ഓട്ടോറിക്ഷയുടെ റേറ്റ് അവർക്ക് തീരുമാനിക്കുന്നത്, ഗവൺമെന്റ് റേറ്റ് തീരുമാനിക്കുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള, അതേസമയം ഈ കാറ് ശബരിമലയിലോ അല്ലെങ്കിൽ വേറെ 10 ദിവസത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ റേറ്റ് ചിലപ്പോൾ നെഗോസിയേഷൻ വേറെ തരത്തിലായി. പക്ഷെ 1 കിലോമീറ്റർ ഇത്ര രൂപ എന്നുള്ള ഗവൺമെന്റ് തീരുമാനം. അപ്പൊ ഇങ്ങനത്തെ ലെവലിലോട്ട് കാര്യങ്ങൾ ഞാൻ വേണേൽ അടുത്ത റൗണ്ടിലേക്ക് കൂടുതൽ വിശദമാക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു റീസ്ട്രക്ചറിങ്ങും പിന്നെ ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, ഞാൻ TBയിലേക്ക് വർക്ക് ചെയ്തപ്പോൾ പറയും, ഈ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള എനിമീസ് ആയിട്ടാണ്. വിശ്വസിക്കാൻ പറ്റില്ല. പ്രൈവറ്റ് സെക്ടറുമായിട്ട് പബ്ലിക് സെക്ടർ ചലഞ്ച് ചെയ്യുന്നു, കമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതിനും റീസൺസ് ഉണ്ട്. അപ്പൊ അത് മാറി ഒരു വൺ ഓഫ് ദി സൊല്യൂഷൻസ് ആണ്. എല്ലാ സൊല്യൂഷനിലൂടെ പറയുകയല്ല ഇത്. പക്ഷെ തുടക്കത്തിൽ വേണ്ട സാധനം. നമുക്ക് ബസ് കാത്തിരിക്കുമ്പോൾ പബ്ലിക്കോ പ്രൈവറ്റോ എന്നറിയാതെ ബസ് കയറി പോകാൻ പറ്റുന്നുണ്ട്. ആദ്യം വരുന്ന ബസ്സിൽ അവൻ പോകുന്നുണ്ട്. ഹെൽത്ത് കേരളത്തിലില്ല. ശരിയാണ്. അത് പിന്നെ ആൾക്കാർക്ക് ഓഫ്കോഴ്സ് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നിയിട്ടുള്ള ചില ഗവൺമെന്റിലുള്ള ആൾക്കാർ പറയുന്ന കേട്ടിട്ട്, ഗവൺമെന്റ് ഡോക്ടേഴ്സും പറയുന്ന കണ്ടിട്ടുണ്ട്, പ്രൈവറ്റിൽ എല്ലാവരും അങ്ങനെയാണ്, കാശിന് വേണ്ടി മാത്രമാണ്, അങ്ങനെയാണ്, ഞങ്ങൾ മാത്രമാണ്, അങ്ങനെയും പറയാറുണ്ട്. അതേസമയം പ്രൈവറ്റിൽ പലരും പറയാറുണ്ട്, ഗവൺമെന്റിൽ ഒന്നും ഇല്ല, സർവീസസ് ഒന്നും കൊള്ളില്ല, അല്ലെങ്കിൽ അവിടുത്തെ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ എൻ്റെ നോട്ടത്തിൽ കേരളത്തിന്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ എല്ലായിടത്തും അതിന്റെ പ്രശ്നങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത്. വളരെയധികം പ്രശ്നങ്ങളുണ്ട്. കേരളത്തിന് വെളിയിൽ അതിനേക്കാളും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ. പക്ഷേ ഞാൻ നോക്കിയിട്ട് പല ഹോസ്പിറ്റലുകളിലും വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും സിസ്റ്റങ്ങളും ഒക്കെ വളരെ നന്നായിട്ട് പോകുന്നതാണ് ഇവിടുത്തെ പ്രൈവറ്റ് സെക്ടർ. പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു ഒരു 70% എങ്കിലും വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. വളരെ അമിതമായ ഫീസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിലും ശരിയായ ചികിത്സയ്ക്ക് അത്രയും ചിലപ്പോൾ വേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഗവൺമെന്റ് സബ്സിഡൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ചികിത്സ അത്രയും വേണം, ഗവൺമെന്റ് സബ്സിഡൈസ് ചെയ്യുന്നതാണ്. അതെ, ഗവൺമെന്റ് സബ്സിഡൈസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാവാത്തത്. ഞാൻ ഷമീറിനോട് ചോദിക്കുന്നത്, എങ്ങനെ നമുക്ക് ഒരു നോക്കിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിനെയും കൂടി, കാരണം എന്തായാലും 70% ആൾക്കാർ പ്രൈവറ്റ് സെക്ടറിനെ ആശ്രയിക്കുന്നുണ്ട്. അത് പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല നമ്മുടെ സെറ്റപ്പിൽ. എങ്ങനെ പ്രൈവറ്റ് സെക്ടറിനെയും കൂടി നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം നമ്മുടെ ഹെൽത്ത് കെയർ സർവീസസിലേക്ക്? ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും? ഒന്ന് എനിക്ക് തോന്നുന്നത്, ഇപ്പം ഈ പറഞ്ഞ നേരത്തെ സാറ് എക്സാമ്പിൾ പറഞ്ഞ PCR പോലത്തെ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ? അപ്പൊ നമുക്ക് ഒരു ഹലോ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടല്ലോ.
എനിക്ക് ഞാൻ കേൾക്കുന്നുണ്ട്. ഒരു ഹലോ വന്നപ്പോ ഞാൻ വിചാരിച്ചു. അല്ല അത് എനിക്ക് അപ്പം ഒരു സീലിംഗ് പോലെ നമുക്കിപ്പോ ഒരു കട്ട് ഓഫ് പോലെയോ അല്ലെങ്കിൽ ഇപ്പം ഒരു ട്രീറ്റ്മെന്റ് ഇപ്പം ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് റേറ്റ് ഇതിലപ്പുറം ഇപ്പം നമ്മൾ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ ഫീസൊക്കെ ഫിക്സ് ചെയ്യുന്ന പോലെ. പിന്നെ മറ്റൊന്ന് വെച്ചാൽ ഇൻഷുറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഇപ്പം നമുക്കിപ്പം ഇവിടെയാണെങ്കിൽ നമ്മൾ കോവിഡിൽ ഉപയോഗിച്ചിരുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പം നമുക്കിപ്പം ഈ കാസ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഈ ഗവൺമെന്റിന്റെ ഇൻഷുറൻസ് പോളിസികൾ എടുക്കുന്ന പ്രൈവറ്റ് ആശുപത്രികളുണ്ട്. അപ്പോൾ നമ്മൾ കോവിഡ് കാലത്ത് അത് വളരെ നല്ല രീതിയിൽ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ എനിക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് ഒരു പേഷ്യന്റിനെ ഇവിടുന്ന് പ്രൈവറ്റിലെ 2 മെഡിക്കൽ കോളേജിലെ കോഴിക്കോടുള്ള 2 സ്ഥലത്തേക്കും റെഫർ ചെയ്യാൻ പറ്റുമായിരുന്നു. അതേപോലെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പം ആകെ ഉള്ളത് ഈ ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ള ഒറ്റ ചോദ്യം ചോദിക്കുന്നു. അത് കഴിഞ്ഞാൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എടുക്കുന്നു. അപ്പോൾ അവർക്കില്ലാത്ത സിസ്റ്റം നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നു. അങ്ങനെ ഒരു ഇൻഷുറൻസ് ബേസ് ചെയ്തിട്ടൊരു ലിങ്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ ബാക്കിയുള്ള നമ്മുടെ ഇപ്പം ഒരു ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ പ്രൈവറ്റ് എന്നൊക്കെ പറയുന്നത് വളരെ വളരെ കോൺട്രവേഴ്സ്യൽ ആയിരിക്കും. കാരണം ഇപ്പം തന്നെ നമ്മൾ പ്രൈവറ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഴി കേട്ടത്. ഗവൺമെന്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് പിന്നെ അതാവും ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞതൊക്കെ നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. പിന്നെ മറ്റൊന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ നമുക്കിപ്പോ ഒരു ഹലോ പെയ്ഡ് ആയിട്ടുള്ള ഒരു ഒപിയോ ജിമ്മി അല്ലെങ്കിൽ നമ്മുടെ ഹലോ സുരേഷ്, ആരാ? സുരേഷ് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? എന്തെങ്കിലും ലാസ്റ്റ് ചോദിക്കാമോ ക്വസ്റ്റ്യൻസ്? പറഞ്ഞോ ഷമീർ. പിന്നെ നമുക്കിപ്പം ഒരു പേവാർഡുകൾ ഇപ്പം നമ്മൾ അതേപോലെയാണല്ലോ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു കാലത്ത്. ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ പേവാർഡിന്റെ ഒക്കെ യൂസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പോൾ ഒരു കാലത്ത് കുറച്ച് നമുക്കൊരു മണി ജനറേറ്റിംഗ് ആണ്. ഒരു മിഡിൽ ക്ലാസ് പോലത്തെ ആളുകൾക്ക് പലരും ഡിപ്പെൻഡ് ചെയ്യും. പലരും ഇങ്ങോട്ട് വന്ന് ചോദിക്കും നമുക്ക് പേവാർഡ് തരാൻ പറ്റുമോ. അപ്പോൾ ഞാൻ തിരിച്ചു കൊടുക്കുന്ന ഉത്തരം എന്ന് വെച്ചാൽ പേവാർഡിൽ നമുക്ക് അതുപോലെ കെയർ എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല, അവിടെ ഡോക്ടർ എത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഒരു പെയ്ഡ് ഒപി ഇപ്പം ഒരു ഈവനിങ്ങിലോ ഇപ്പം നമുക്ക് ഇതേപോലെ ഇപ്പം ഇൻഡിവിജ്വലി ഇപ്പം നമുക്ക് ഉള്ള ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറെ കാണാൻ സ്പെസിഫിക് ആയിട്ട് ഒരു ഡോക്ടറെ കാണാൻ നമുക്ക് കഴിയുന്നില്ല. ഒപിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ള അവരെ കാണിച്ച് പോകേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഒരു ചോയ്സ് സാധിക്കുന്നില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അതൊക്കെ സോൾവ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ കുറച്ച്. അപ്പം ഗവൺമെന്റിനും അതൊരു ആശ്വാസമാവും. അതൊക്കെ നമ്മൾ ഒന്നുകൂടെ ഒരു ചർച്ചകളിലൂടെ ഒരാളുകളെ ഒന്നുകൂടെ അത് മനസ്സിലാക്കിപ്പിക്കുകയും ഒരു രാഷ്ട്രീയത്തിലൊരു ഒരു സമവായത്തിൽ എത്തിയിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണെന്ന് തോന്നുന്നു. ലാൽ സാർ അതിനെപ്പറ്റി ഒന്നുകൂടെ ഒന്ന് പറയാമോ? ഈ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് ഈ പ്രൈവറ്റ് സെക്ടറിനെ എങ്ങനെ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഞാൻ അത് ഒന്നും കൂടെ കേൾക്കാമല്ലേ, ഒന്നും കൂടെ വിശദമാക്കാം. ഞാനിപ്പോ ഉദ്ദേശിച്ചത് നമ്മള് ഗവൺമെന്റ് ഡോക്ടർമാര് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി പ്രാക്ടീസ് ചെയ്തതിനെ പറ്റിയല്ല, അല്ലെ പ്രൈവറ്റ് പ്രാക്ടീസിനെ പറ്റിയല്ല. ഇപ്പൊ നമ്മള് ഒരു പ്രദേശത്ത് ഒരു പ്രൈവറ്റ് സെക്ടറിൽ പ്ലാസ്റ്റിക് സർജൻ ഉണ്ട്, ഗവൺമെന്റിൽ ഇല്ല. ഇപ്പൊ ഗവൺമെന്റിൽ വരുന്നവന് അവിടെ പ്ലാസ്റ്റിക് സർജൻ ഇല്ലാത്തതുകൊണ്ട് ചികിത്സ നിഷേധിക്കപ്പെടും. അപ്പൊ ഈ വെൽത്തുന്ന അതാ ഞാൻ നേരത്തെ ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത് ഗവൺമെന്റും പ്രൈവറ്റും കൂടെ ചേർന്നതാണ്. വ്യത്യസ്ത കാരണങ്ങളാൽ ഗവൺമെന്റിലോ പ്രൈവറ്റിലോ പോകുന്നതാണ്. അപ്പൊ അതിനാണ് ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് തന്നെ തീരുമാനിച്ച് പ്രൈവറ്റ് ഡോക്ടർമാരെ ഗവൺമെന്റിൽ കൊണ്ടുവന്ന് ഓപ്പറേഷൻ ചെയ്യിക്കുമായിരുന്നു. ഗവൺമെന്റ് പദ്ധതി ഫീസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരം പദ്ധതികളെ പറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ നമ്മൾ കമ്പാർട്ട്മെന്റ്സ് ആയിട്ടാണ് കാണുന്നത്. ഇപ്പൊ തന്നെ പല പ്രൈവറ്റ് ആശുപത്രികളിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. പല രാജ്യങ്ങളിലും ഗവൺമെന്റ് ഡോക്ടറിന് തന്നെ അവരുടെ ചില സമയങ്ങളിൽ UK-യിലുണ്ട്. എൻ്റെ ക്ലാസ്മേറ്റ് ഉണ്ട്, NHS ഡോക്ടറാണ്. അയാൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അയാൾ പോകുന്നുണ്ട്, വളരെ കുറച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ. അപ്പൊ അതിനകത്ത് നമ്മൾ അയാൾക്ക് ശമ്പളം കൊടുക്കുന്നില്ല, അയാൾക്ക് പൈസ പോകണം, ഇങ്ങനത്തെ കാര്യങ്ങളിൽ പിടികൂടുന്നുണ്ട്, ആവശ്യമില്ലാത്ത പിടിവാശി കാണുന്നതുകൊണ്ടാണ്. ഞാൻ ഉദ്ദേശിച്ച എക്സ്പെർട്ടീസാണ്. അപ്പൊ അത് പബ്ലിക്കിലാണോ പ്രൈവറ്റിലാണോ എന്ന് നോക്കാതെ എല്ലായിടത്തും വേണമെന്നില്ല. ചികിത്സ കിട്ടാൻ സാധ്യതയില്ലാത്തടത്ത് അയാൾ ഒരു പബ്ലിക്കിലായതുകൊണ്ടോ പ്രൈവറ്റിലായതുകൊണ്ടോ ഇപ്പൊ ഒളിച്ചും പാത്തോടെ ചെയ്യുന്നത് ഇപ്പോഴും നടക്കുന്നുണ്ട്. എനിക്കറിയാതെ പ്രൈവറ്റ് ആശുപത്രിയിൽ സർജറി ചെയ്യുന്ന ഗവൺമെന്റ് ഡോക്ടറൊക്കെ ഉണ്ട്. അപ്പൊ അത് സത്യമായി വേണ്ടതാണ്. കാരണം നീഡ് ഉണ്ടെങ്കിൽ അനുവദിക്കേണ്ട. അപ്പൊ ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആവശ്യമില്ലാത്ത തർക്കങ്ങൾ. പിന്നെ പ്രൈവറ്റിന് നമ്മൾ ഇപ്പൊ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പറയുന്ന എപ്പോഴും പ്രൈവറ്റ് സെക്ടറിലെ കോസ്റ്റ് ആണ്. അതൊരു കോസ്റ്റ് ഉണ്ടെന്നുള്ള റിയാലിറ്റിയാണ്. ഇപ്പൊ പ്രൈവറ്റ് സെക്ടറിൽ പോകുന്ന എല്ലാവരും ധനികരുമല്ല. ഇപ്പൊ ബോംബെയിൽ ഞങ്ങളുടെ പ്രോജക്റ്റ് ഞങ്ങൾ കണ്ടത്, അവിടെ പ്രൈവറ്റിൽ പോകുന്നത് മെജോറിറ്റി ആൾക്കാർ പാവപ്പെട്ട സ്ലം ഡ്വല്ലേഴ്സ് ആണ്. കാരണം അവൻ രാവിലെ 6 മണിക്ക് പണിക്ക് പോകണം. അന്നേരം ഒരു സർക്കാർ ആശുപത്രി ഇല്ല. വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ആശുപത്രി എല്ലാം അടച്ചിട്ടുണ്ടാവും. അവൻ ഈ പ്രൈവറ്റിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, പലരും ക്വാക്സിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ മനുഷ്യരുടെ സാഹചര്യങ്ങളാണ്. അപ്പൊ അവന് ശരിക്കും പ്രൈവറ്റ് അഫോർഡബിളും അല്ല. അപ്പൊ ക്വാളിറ്റി കുറയും.
ഒരാഴ്ചത്തുള്ള ആന്റിബയോട്ടിക് 2 ദിവസത്തേക്ക് കൊടുക്കും. ഇങ്ങനെ ഒരുപാട് ക്വാളിറ്റി ഇഷ്യൂസ് വരും. ഞാൻ പറഞ്ഞപ്പോൾ ഈ പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ എന്ന് വ്യത്യാസം ഒന്നും വന്നാൽ നമ്മൾ പറ്റിപ്പോണെന്ന് നമ്മളിപ്പോൾ ആശുപത്രിയുടെ സൈഡിൽ നിന്നാണ് ചിന്തിക്കുന്നത്, ഡോക്ടർമാരുടെ സൈഡിൽ നിന്ന്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്നത് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് രോഗികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പ്രസ്ഥാനങ്ങളാണ്. രോഗിയുടെ സൈഡിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ബസ് കാത്ത് നിൽക്കുന്നവന് KSRTC ബസ് പ്രൈവറ്റ് ബസ് ഒന്നും എത്തിയത് അവൻ ആദ്യം കിട്ടുന്നത് കംഫർട്ടബിൾ ആയതോ കൺവീനിയൻ്റ് ആണ്. ആ രീതിയിൽ ഹെൽത്തിന് വലിയ വിഷയമാണ്, പിന്നെ എപ്പോഴും വീണ്ടും സംസാരിക്കാം. ആ രീതിയിൽ ഹെൽത്ത് സർവീസിനെ റീഓർഗനൈസ് ചെയ്യണം. ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് അടുത്ത കാലത്ത്. മറ്റേ ഓർമ്മയില്ല, ഇപ്പൊ ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ ആരായാലും നോക്കിയേ പറ്റുള്ളൂ. മറ്റേ സർക്കാർ ആശുപത്രി തപ്പിപ്പോണം, പോക്കറ്റ് പൈസ ഇല്ലെങ്കിലും ആക്സിഡന്റ് പറ്റിയവനെ നടുവൊടിഞ്ഞതിനെ കൊണ്ട്. അതുപോലത്തെ ഇടപെടലുകൾ വേണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ക്ലിയർ അല്ലെങ്കിൽ വീണ്ടും പറയാം. അല്ല, അത് ക്ലിയർ ആണ്. അത് പക്ഷെ വളരെയധികം കാര്യങ്ങൾ മീൻസ് അതിന്റെ വിശദാംശങ്ങൾ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ശരിയാണ്. പിന്നെ ഞാൻ പെട്ടെന്നൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. അത് ശരിയാണ്. ഈ നമ്മൾ ഇപ്പൊ ഷമീർ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മൾ വലിയ അപ്പെക്സ് ഹോസ്പിറ്റലുകളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കാണുമ്പോൾ, ക്യാൻസർ വരുന്ന ആൾക്കാർ അങ്ങനെയുള്ള കാണുമ്പോഴത്തേക്ക് നമ്മൾ തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മൊത്തം ഉള്ള ഒരു പ്രശ്നമാണ്. അതായത് നമ്മൾ ആൾക്കാരെ അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ആണോ, ഓവർ ട്രീറ്റ് ചെയ്യുന്നുണ്ടോ ചിലപ്പോ, അതൊരു വലിയ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള പ്രശ്നമാണ്. പക്ഷെ എൻ്റെ ഒരു തോന്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വേറെ കുറെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ സംസാരിക്കുമ്പോഴും പലരും പറയാറുണ്ട് നമ്മുടെ ഇന്ത്യൻ പേഷ്യൻസിനാണ് ഒരു പ്രശ്നം. അതായത് നമ്മൾ പറയാണ് ഇനി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണ്ട, പേഷ്യന്റിന്റെ കംഫർട്ടാണ് ഇനി വലുത്. ആ രീതിയിൽ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് കാണിക്കുന്ന ഇന്ത്യക്കാരാണ്. അതേസമയം സായിപ്പന്മാരൊക്കെ ആണെങ്കിൽ അവിടെയുള്ള ഡെവലപ്ഡ് കൺട്രീസ് പലപ്പോഴും അത് അവർ കുറച്ചുകൂടെ അതിനോട് റിസപ്റ്റീവ് ആണെന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത് എന്ന് പറയാമോ? മേ ബി ഷമീർ പറഞ്ഞിട്ട് സാറിനോട് അല്ലെങ്കിൽ ലാൽ സാർ പറയൂ, കാരണം സാറാണല്ലോ പുറത്തൊക്കെ വർക്ക് ചെയ്തത്. അല്ല, ആ ലാസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ എനിക്ക് ക്ലിയർ ആയില്ല. അല്ല, ഞാൻ പറയുന്നത് ഈ ഇന്ത്യക്കാരാണ് അതിനെ വളരെയധികം റെസിസ്റ്റ് ചെയ്യുന്നത്. അതേസമയം പുറത്തൊക്കെ കുറച്ച് ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ആൾക്കാർ കുറച്ചുകൂടെ ഒരു അപ്രോപ്രിയേറ്റ് കെയറിനോട്, അതായത് പല ചോയ്സസ് ഉണ്ടെങ്കിലും പേഷ്യന്റിന് ഏതാണ് അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. നമ്മുടെ അവിടെ ഞാൻ നോക്കിയിട്ട് അതൊരു വലിയ പ്രശ്നമാണ്. അതൊരു ഭയങ്കര നിയമക്കുരുക്കുകളിലേക്ക് നമ്മൾ പോകുന്ന ഒരു ഇഷ്യൂ ആണ്. വളരെയധികം ആവശ്യമില്ലാത്ത റിസോഴ്സസും കാശും അതിനകത്തേക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതായത് ഫ്യൂട്ടൈൽ കെയർ എന്നുള്ള പറയുന്ന ഒരു സാധനത്തിൽ. അതാണ് ഞാൻ അതിനകത്ത് 2-3 വിഷയങ്ങളുണ്ട്. ഇപ്പൊ ഇന്ന് ഞാൻ അവിടെ തുടങ്ങാം. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ല, അമേരിക്കയിലെ ഒരു ഡോക്ടർ, യൂണിവേഴ്സിറ്റി മെഡിസിൻ ഹെഡ് ആണ്, ഞങ്ങളുടെ MBH വിദ്യാർത്ഥികൾക്ക് ഇന്ന് ക്ലാസ് എടുത്തത്. അപ്പൊ അദ്ദേഹം, ഞാൻ ഇതേ ചോദ്യം അവിടെ നിന്ന് ഞാനും ചോദിച്ചായിരുന്നു. ഇപ്പൊ ഞാൻ അവിടെ ജീവിച്ചിരുന്ന ആളുമാണ്. ഇപ്പൊ നമ്മൾ ക്വാളിറ്റി ഓഫ് കെയർ എങ്ങനെയാണ് അഷ്യൂർ ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ ഇവിടെ നമുക്ക് തന്നെ അറിയാം, ഒരു ഡോക്ടറിനെ പറ്റി വേറെ ഡോക്ടർ കുറ്റം പറയാനോ അല്ലെ ആശുപത്രി കുറ്റം പറയാനോ ഒക്കെ എളുപ്പമാണ് ഇവിടെ, രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ. പക്ഷേ അപ്പൊ ക്വാളിറ്റി തീരുമാനിക്കുന്നത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ PR വർക്ക്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ US അവിടെ രോഗികളുടെ 3 മാസത്തിലേക്കാണ്ടാണ് പറഞ്ഞത്. ഈ അവരുടെ അഡ്മിഷൻ റേറ്റ്, റീഅഡ്മിഷൻ റേറ്റ്, ഇൻഫെക്ഷൻ റേറ്റ്, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നോക്കിയിട്ട് ഓരോ ഡോക്ടറും ഓഡിറ്റഡ് ആണ്. അപ്പൊ അവിടെ ഒരാൾ പറയുന്ന ഇയാളാണ് ഏറ്റവും നല്ല ഡോക്ടർ എന്ന് മന്ത്രിയോ MLA യോ ഉത്സവ കമ്മിറ്റിയോ പറയുന്നതല്ല അവിടുത്തെ രീതി. അപ്പൊ ഇത് ഓഡിറ്റഡ്. അപ്പൊ പറഞ്ഞു ഡോക്ടർമാർക്ക് ഇത് വരാറുണ്ട്, അല്ലെ ആന്റിബയോട്ടിക് കൂടുതലായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. അപ്പൊ ഓഡിറ്റഡ് ആണ്. ഇത് നമുക്ക് ഇല്ലാന്നൊരു സമയം. അപ്പൊ നമുക്ക് നമ്മുടെ ക്വാളിറ്റി വളരെ നല്ല ക്വാളിറ്റിയാണ്, നല്ല മെഡിക്കൽ കോളേജ് ഒക്കെ ആണെങ്കിൽ പോലും ഈ ഒരു സ്റ്റാൻഡർഡൈസേഷന്റെ പ്രശ്നം നമ്മൾ അനുഭവിക്കുന്നു. 2, നമുക്ക് ഇവിടെ ഒരു ഡോക്ടർ കുറിച്ച് വേറെ ഡോക്ടർ ഇത് വേണ്ട മറ്റേത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് വാക്കാൽ പറഞ്ഞിട്ട് വേറെ മരുന്ന് എഴുതാം. ഒരു ദിവസം 2-3 ആശുപത്രിയിൽ OP ടിക്കറ്റ് എടുക്കുന്നവരുണ്ട്. ഒരു ഡോക്ടർ പറയുമ്പോൾ സംശയം പറയും. ബോംബെയിൽ ഞങ്ങൾ ക്ഷയരോഗത്തിന്റെ വർക്കിൽ ഗേറ്റ്സ് ഫണ്ടഡ് പ്രോഗ്രാമാണ്. അപ്പോൾ ക്ഷയരോഗം ഡോക്ടർ സംശയം തോന്നിയിട്ടും ക്ഷയരോഗത്തിന് ടെസ്റ്റ് ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞത്, ഒരു രോഗി വരുമ്പോഴേ അതിനെ TB സംശയം എന്ന് പറഞ്ഞാൽ അവൻ അപ്പോഴേ ചിലപ്പോൾ പൊയ്ക്കളയും, ബെറ്റർ ആശുപത്രിയിൽ പോയി. ഇത് ചെറിയ ചെറിയ ഡോക്ടർമാരാണ്, MBBS ഡോക്ടർമാർ ഉൾപ്പെടെ. മാത്രം പേടിച്ചു പോവും, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോയി. അപ്പൊ നമുക്ക് വിൽ ലൂസ് ദി പേഷ്യന്റ്, അല്ലെങ്കിൽ നമ്മുടെ ഫെയ്ത്ത് പോവും. അപ്പൊ നമ്മൾ 2-3 ആഴ്ച കഫ് സിറപ്പ് ഓടിക്കാൻ നോക്കും. ദിസ് ഇസ് അഗൈൻസ്റ്റ് എത്തിക്സ്, ദിസ് ഇസ് അഗൈൻസ്റ്റ് എന്താണ് ഒരു. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇത് എങ്ങനെ റെക്കോർഡഡ് അല്ലേ? നമ്മുടെ ഇപ്പോഴും തുണ്ടും ബസ് ടിക്കറ്റിന്റെ സൈസിലുള്ള മരുന്നെഴുത്തൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ റെഗുലേറ്റ് ചെയ്യാൻ പാടുണ്ട്. പിന്നെ നമ്മുടെ ഇത്രയും സിസ്റ്റംസ്, മൾട്ടിപ്പിൾ ഹെൽത്ത് സിസ്റ്റംസ് ഓഫ് ഹീലിംഗ് എന്ന് പറയാം. ഇന്നലെയും എന്നോട് പലരും ആരോ ആവശ്യപ്പെട്ടതിന് മറുപടി ആയിട്ട് എഴുതണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ്
മെസ്സേജുകളും സാധനങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതും ഈവൻ ഹീലേഴ്സ് പറയുന്നതും. ഇപ്പൊ TB ട്രീറ്റ്മെന്റ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, അവർ പലയിടത്തും ആയുർവേദ ഹോമിയോ എല്ലായിടത്തും പോകും. പക്ഷെ അവരോടൊക്കെ നമ്മൾ പറയാൻ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മരുന്ന് വേണമെങ്കിൽ കൊടുത്തോ, പക്ഷെ നമുക്ക് ഇത് നിർത്താൻ പറയരുതെന്നാണ്. ഇപ്പൊ TB ലോങ് ടൈം ട്രീറ്റ്മെന്റ് ആണ്. 1-2 മാസം ആകുമ്പോൾ ആരെങ്കിലും പറയും ഇതൊക്കെ ചൂട് മരുന്നാണ്, നിർത്തിക്കളയാൻ പറയും. അപ്പൊ ഈ പരസ്പര സിസ്റ്റംസ് എന്ത് പറയുന്നുള്ള യാതൊരു ഗൈഡൻസും ഇല്ല, യാതൊരു മോണിറ്ററിങ്ങും ഇല്ല, ആരും അക്കൗണ്ടബിളും അല്ല. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ നല്ലൊരു കെയർ പറയുന്ന ഒരാൾ ക്യാൻസർ സംശയം ഉണ്ടെന്ന് പറയുമ്പോഴും അയാൾ ഇതിന്റെ പ്രോട്ടോകോൾസ് മുഴുവൻ നോക്കിയോ എന്നുള്ള പ്രശ്നവും വരും. അതുകൊണ്ടാണ് വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ ക്യാൻസർ അല്ലാന്ന് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രോട്ടോകോൾ ബേസ്ഡ് ആയിട്ടുള്ള സാധനം, അപ്പൊ എനിക്കൊന്ന് ആദ്യം ക്ലീൻ ചെയ്യേണ്ട ഹെൽത്ത് സിസ്റ്റമാണ് നാച്ചുറലി. പിന്നെ ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് ഓൾ കൈൻഡ്സ് ഓഫ്. നമ്മളിവിടെ ആലോചിച്ച് നോക്ക്, പാമ്പ് കടിച്ചിട്ട് നമ്മൾ ട്രഡീഷണൽ ഹീലർ എടുത്ത് പോവാണ്, പാരമ്പര്യ വൈദ്യന്റെ അടുത്ത് പോവാണ്, കുട്ടി മരിച്ചു പോവാണ്. അല്ലെ പേപ്പെട്ടി കടിച്ചാൽ ചികിത്സിച്ച് മാറ്റാമെന്ന് പാരമ്പര്യ വൈദ്യന് പറയും. എന്ത് റെഗുലേഷൻ നമുക്കപ്പോൾ അങ്ങനെ ഉള്ളത്? ഈ നമുക്ക് റെഗുലേറ്റ് ചെയ്യാവുന്നത് മോഡേൺ മെഡിസിനിൽ രജിസ്റ്റർ ചെയ്തവരെ മാത്രമാണ്. അപ്പൊ ഇങ്ങനത്തെ ഇറ്റ്സ് എ ബിഗ് ഏരിയ. പക്ഷെ ഇത് എവിടെയെങ്കിലും തുടങ്ങേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞു ചില ബോൾഡ് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അപ്പൊ അത് ഐ ഹോപ്പ് ഐ ആൻസർ യുവർ ക്വസ്റ്റ്യൻ. യെസ്. പിന്നെ ഞാൻ ഡോക്ടർ ഷമീറിനോടും കൂടെ നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. 1 hour ആവുന്നു. അപ്പൊ ഞാൻ രണ്ടുപേരോടും കൂടി ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഷമീറിനോട് ആദ്യം ചോദിക്കാം. ഷമീർ ഇപ്പോൾ ഹെൽത്ത് സെക്രട്ടറി ആയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഹെൽത്ത് മിനിസ്റ്ററുമായിട്ട് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ഹെൽത്ത് സെക്രട്ടറി ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും? ആദ്യം ലാൽ സാറോട് ചോദിക്കായിരുന്നു. അല്ല, അത് ഷമീർ പറയും. സാറാകുമ്പോ അതാവാൻ കുറച്ചുകൂടി ചാൻസ് ഉള്ള ഒരാളായിരിക്കും. നമ്മുടെ ഇപ്പൊ പറഞ്ഞ എല്ലാത്തിന്റെ ഒരു സമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ചാലഞ്ചസ്, ഇപ്പൊ നമ്മുടെ നമ്പർ 1 എന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പൊ കേരളത്തിന്റെ ആരോഗ്യ മോഡലിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ, അതിൽ പിന്നെ ഏറ്റവും വലിയ കുറച്ച് ചാലഞ്ചസ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ഇൻഫെക്ഷൻ, ഒട്ടും കേട്ടുകേൾവി ഇല്ലാത്ത ഇൻഫെക്ഷനുകളുടെ വരവ്. 2, പണ്ട് നമ്മൾ തീർത്തും നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറഞ്ഞ ഇൻഫെക്ഷന്റെ തിരിച്ചു വരവ്. അതൊരു ഭാഗത്ത് നമുക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. രണ്ടാമത്തത് ഈ ആയുർദൈർഘ്യം കൂടിയ നേരത്തെ പറഞ്ഞ ജെറിയാട്രിക് പോപ്പുലേഷൻ ഉണ്ടാക്കുന്ന അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. മൂന്നാമതൊന്ന് നമ്മുടെ ഈ അന്യ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളുമായിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു മാറിയ പോപ്പുലേഷനിൽ വന്നിരിക്കുന്ന ഒരുപാട് പുതിയ പുതിയ ആരോഗ്യ പ്രശ്നങ്ങൾ. പിന്നെ നേരത്തെ പറഞ്ഞ നമുക്ക് ഇത് തമ്മിൽ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത പോകുന്ന നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ്, ഒരു രോഗികളുടെ എണ്ണവും ബാക്കിയുള്ള സ്റ്റാഫിന്റെ എണ്ണവും തമ്മിലുള്ള അനുപാതത്തിന്റെ പ്രശ്നങ്ങൾ. പിന്നെ നമ്മുടെ പൊതുജനത്തിലുള്ള കുറെ എന്താ പറയാ ഒരു അവബോധത്തിന്റെ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇതെല്ലാം നമ്മൾ പല ചെറിയ ചെറിയ രീതിയിൽ പറഞ്ഞു. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെറുത് വന്നാലും സൂപ്പർ സ്പെഷ്യാലിറ്റി. ഇപ്പൊ തലവേദന വന്നാൽ അയാൾക്ക് അന്ന് തന്നെ ന്യൂറോളജി കാണണം, എന്ത് നെഞ്ചരിച്ചിലാണെങ്കിലും കാർഡിയോളജി ഫസ്റ്റ് തന്നെ കണ്ടിരിക്കണം എന്നുള്ള രീതിയിലുള്ള നമ്മുടെ ഒരു പൊതുജനത്തിന്റെ ചിന്ത. ഈ പൊതുജനത്തിന്റെ ചിന്തക്കനുസരിച്ച് പ്രവർത്തിക്കുക, അത് എങ്ങനെയെങ്കിലും സബലീകരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ. അപ്പം ഹെൽത്ത് മിനിസ്റ്ററുടെ കണ്ണിൽ നിന്ന് നോക്കുകയാണെങ്കിലും ആളുകൾ ആവശ്യപ്പെടുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ വലിയ സംഭവം. അപ്പം ആ വഴിയിൽ അപ്പം നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ കൺട്രോള്, നമ്മുടെ ശുദ്ധജലം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പ്രിവെന്റ് ചെയ്യാനുള്ള, വ്യായാമം ചെയ്യാനുള്ള കാര്യങ്ങൾ, ശുദ്ധമായ ഭക്ഷണം, നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഓരോ നാട്ടിലുള്ള വെള്ളം എത്രമാത്രം ശുദ്ധമാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എത്രത്തോളം ശുദ്ധിയുണ്ട്, നമുക്ക് കൊതുകുകളുടെ സാന്നിധ്യം, അത് വളരാനുള്ള സാന്നിധ്യം. അപ്പം അങ്ങനെ ബേസിക് ലെവലിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒന്നും കൂടെ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് നേരത്തെ പറഞ്ഞ ഇൻഫെക്ഷൻ പോലെയുള്ള സംഭവങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. വാർദ്ധക്യത്തിൽ ഒരു നല്ല ഹെൽത്ത് വരണമെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ തന്നെ അത് ഡിറ്റക്ട് ചെയ്യണം. നമ്മുടെ ആരോഗ്യ ജീവിത ശൈലി കുറച്ചുകൂടെ മെച്ചപ്പെടണം. അങ്ങനെ ആ രീതിയിലുള്ള കാര്യങ്ങൾ. പിന്നെ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ലെ ഭയങ്കര ഹൈഫൈ എന്നുള്ളതിൽ നിന്ന് ഒന്നുകൂടെ താഴോട്ട് ഇറങ്ങിയിട്ട് ബേസിക് ലെവലിലുള്ള കാര്യങ്ങളിൽ ഒന്നുകൂടെ ഊന്നൽ കൊടുത്തിട്ട് അതിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസം പോലത്തെ കാര്യങ്ങൾ, അവിടെയും കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നേരത്തെ ഇപ്പം നമ്മളിപ്പോഴും പലപ്പോഴും പഠിപ്പിച്ച് പുറത്തിറങ്ങുന്ന ആളുകൾ ഇപ്പൊ പണ്ടത്തെ നമ്മളെപ്പോഴും പറയില്ലേ, പണ്ടൊരു പ്രൈമറി ഒരു ഫാമിലി ഡോക്ടർ എന്ന് പറഞ്ഞിരുന്ന ഇതിനെല്ലാം എക്യുപ്ഡ് ആയിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ പുറത്തിറക്കണ പല സ്റ്റുഡൻസും, നമ്മുടെ തന്നെ സ്റ്റുഡൻസ്, അവർ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു PG എടുക്കാൻ വേണ്ടി മാത്രമുള്ള ബേസിക് യോഗ്യത എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക്
ഒരു ക്വാളിഫൈഡ് ആക്കാൻ നമുക്കും പറ്റുന്നില്ല. അപ്പൊ അതിലുള്ള മാറ്റങ്ങൾ, അങ്ങനത്തെ ഒരു ബേസിക് ലെവലിൽ കടന്നിട്ടായിരിക്കും എൻ്റെ പ്രധാനപ്പെട്ട ഊന്നൽ. അത് കഴിഞ്ഞിട്ട് മാത്രം നെക്സ്റ്റ് ലെവലിലേക്ക് എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു. നല്ലൊരു ഉത്തരമായിരുന്നു. ലാൽ സാർ, ഇതേ ചോദ്യം സാർ എങ്ങനെ അതെ കാണുന്നു? എനിക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ്, റെസ്പെക്റ്റീവ് പാർട്ടി വരികയാണെങ്കിൽ, ഞാൻ അർജന്റായിട്ട്, അതാണ് ഒരു സിസ്റ്റം, അർജന്റായിട്ട് വേണ്ട നമുക്കൊരു ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ആണ്, റിയൽ അനാലിസിസ്. ഇപ്പൊ എപ്പോഴും മറ്റേ ഗവൺമെന്റ് ചെയ്തില്ല, ഈ ഗവൺമെന്റ് ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ഓട്ടം മത്സരമാണ് ആദ്യം തൊട്ടേ. അത് വേണ്ട. നമുക്കൊരു വളരെ ന്യൂട്രൽ ആയിട്ടൊരു എക്സ്റ്റേണൽ ഏജൻസിയെ കൊണ്ട് ലാൻഡ്സ്കേപ്പ് എവിടെ നിൽക്കുന്നു, കേരളം ചില കാര്യങ്ങളിൽ മുന്നിലാണ്, ചില കാര്യങ്ങളിൽ ഇടയ്ക്കാണ്, ചില കാര്യങ്ങൾ പിന്നിലാണ്. ഈ ഒരു അനാലിസിസ് കൃത്യമായിട്ട് വേണം. അതിന്റെ പേരിൽ ഒരു വൈറ്റ് പേപ്പർ വേണം. ഏത് ഗവൺമെന്റ് വന്നാലും 2 മാസത്തിനകത്ത് ഒരു വൈറ്റ് പേപ്പർ ഉണ്ടാകും. ഇതാണ് കേരളത്തിലെ യഥാർത്ഥ സ്ഥിതി. അതിനകത്ത് സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെന്റും ഒക്കെ പറയാൻ പറ്റും. ആ വൈറ്റ് പേപ്പർ അല്ലെങ്കിൽ ആ അനാലിസിസിന്റെ ഭാഗമായിട്ട് ഈ അർജന്റ് ആക്ഷൻസ് എടുക്കേണ്ട ചില മേഖലകൾ കാണും. അർജന്റ് ആക്ഷൻസ് ഞാൻ പറയും. ഇപ്പൊ നേരത്തെ വെന്റിലേറ്റർ എന്ന് പറഞ്ഞത് 50-കാരന്റെ വെന്റിലേറ്റർ, 50 വയസ്സുകാരി സ്ത്രീയുടെ വെന്റിലേറ്ററിന്റെ കാര്യമാണ്. അപ്പൊ വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ പലരും നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കുന്നത് മരിക്കാൻ കൊണ്ടിടുന്ന സാധനമാണെന്ന്. വെന്റിലേറ്റർ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അർജന്റ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് വെന്റിലേറ്റർ ഇല്ല എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് അർജന്റ്. ഒരു മന്ത്രിക്കാണ് വെന്റിലേറ്റർ കിട്ടാതെ വന്നാൽ നമ്മളിത് അറിയുള്ളൂ എൻ്റെ സീരിയസ്നെസ്. അപ്പൊ ഒരു അർജന്റ് ഇന്റർവെൻഷൻസ്. പിന്നെ ഒരു ഹെൽത്ത് പോളിസി. നമുക്ക് പ്രശ്നം, എല്ലാ ഗവൺമെന്റിനും ഇടയ്ക്കിടയ്ക്ക് ചില പോളിസി ഉണ്ടാക്കാത്ത ഗവൺമെന്റും ഉണ്ട്, പോളിസി നോക്കാത്ത ഗവൺമെന്റും ഉണ്ട്. എൻ്റെ അറിവിൽ കഴിഞ്ഞ ലെഫ്റ്റ് ഗവൺമെന്റ് ഒരു പോളിസി ഉണ്ടാക്കി, ഇക്ബാൽ സാനെ പോലെ മഹാനൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ചരിത്രത്തിൽ ഇതുവരെ ആരും ആ പോളിസി റെഫർ ചെയ്തൊന്നും പറയുന്നത് കേട്ടിട്ടില്ല. പോളിസി ഫോർ ദി സേക്ക് ഓഫ് പോളിസി. ഇപ്പൊ ഒരു ആക്ട് വന്നിട്ടുണ്ട്, പൊതുജനാരോഗ്യ ബില്ല് ആക്ട് വന്നിട്ടുണ്ട്. ഒരിടത്തും ഇതാരും പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാറുണ്ട് 2 പാർട്ടിയിലുള്ളവരെ, ഇങ്ങനെ സാധനമുണ്ട്, എത്ര വർഷത്തിന് ശേഷം വന്നാണ്, നമ്മൾ ഇതിനെ റെഫർ ചെയ്യണം. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് ഒരു പോളിസിക്ക് വേണ്ടി, ആക്ടിന് വേണ്ടി ഉണ്ടാക്കി വെച്ചാൽ അത് റെഫർ ചെയ്തല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനനുസരണമായിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ പോളിസികൾ ഏറ്റവും കൂടിയ സാധനം എഴുതി വെക്കും, നമുക്ക് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞൊരു ലാൻഡ്സ്കേപ്പ് അനാലിസിസ്, വൈറ്റ് പേപ്പർ, അർജന്റ് ആക്ഷൻ വേണ്ടത് ചെയ്യുക, ബാക്കിയുള്ളതിനൊരു കൃത്യമായ പോളിസി, ഉള്ള പോളിസി വേണമെങ്കിൽ റിവൈസ് ചെയ്യുക. അതാണ് അടുത്ത ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ഈ സിസ്റ്റംസിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് സിസ്റ്റം എംപവർ ചെയ്യേണ്ടതുണ്ട്. ഞാൻ പൊളിറ്റിക്കലായിട്ടും അല്ല പറയുന്നത്. ഇപ്പം നമ്മൾ എൻ്റെ അച്ഛനും അമ്മയും ആരോഗ്യ പ്രവർത്തകരായിരുന്നു. അപ്പം എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കാണും, എൻ്റെ കളിപ്പാട്ടങ്ങൾ സിറിഞ്ച് സൂചിയൊക്കെ ആയിരുന്നു. കാരണം അതാണ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരൊക്കെ ആയിരുന്നു അന്നത്തെ സ്മോൾ പോക്സ് എറാഡിക്കേഷൻ സമയമൊക്കെയാണ്. ഞാൻ പറഞ്ഞു, അപ്പോൾ അത്രയും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. പിന്നെ 40-41 വർഷമായിട്ടും സ്റ്റുഡൻ്റ് എന്ന് തൊട്ടുള്ള അനുഭവങ്ങൾ. ഇതിനകത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര പവർഫുൾ ആയിരുന്നു. നമ്മുടെ പുതിയ പൊതുജനാരോഗ്യ ആക്ടിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ആരോഗ്യ വകുപ്പ് ഡയറക്ടറാണ് സംസ്ഥാനത്തിന്റെ ആരോഗ്യത്തിന്റെ അധികാരി എന്നാണ്. നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് ഇത് മന്ത്രിയോ ഹെൽത്ത് സെക്രട്ടറിയോ ആണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ആരോഗ്യ വകുപ്പിന് ആരോഗ്യ വകുപ്പിനെ എംപവർ ചെയ്യണം. ഇപ്പൊ ട്രംപ് പോലും നമുക്ക് ഇഷ്ടമല്ല, പക്ഷെ അയാളുടെ കൂടെ ഇരിക്കുന്ന ഫൗച്ചിയാണ്. അവർ തങ്ങളിലും വഴക്കുണ്ട്, പക്ഷെ നമുക്കറിയാം ഫൗച്ചി കൂടെ ഉണ്ടെന്ന്. നമുക്ക് ഇന്നും മുഖ്യമന്ത്രിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന, എന്താ മത്സ്യം കഴിക്കാവില്ല എന്ന് പറയുന്നത്. പക്ഷെ അവിടെ കൂടെ ഇപ്പൊ കോവിഡിന് മുഖ്യമന്ത്രിയോട് വ്യക്തിപരമായ അഭിപ്രായം വ്യത്യാസമില്ല. പക്ഷെ അദ്ദേഹം കോവിഡിനെ പറ്റി പറയുമ്പോൾ പത്രക്കാരെന്ന് ചോദിക്കുമ്പോൾ അത് സാങ്കേതിക വിഷയമാണെന്ന് പറയും. നമ്മളിരിക്കുന്ന ഈ സാങ്കേതിക വിഷയം കേൾക്കാനുണ്ട്. അപ്പോൾ ഹെൽത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആയിരിക്കണം ആരോഗ്യ കാര്യങ്ങൾ ടെലിവിഷനിലും പത്രം. അപ്പോഴേ വിശ്വാസ്യത വരുള്ളൂ, അപ്പോഴേ അവർ സ്ട്രോങ് ആവുള്ളൂ. ഇപ്പൊ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കോ അഡീഷണൽ ഡയറക്ടർക്കോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവർ മിടുക്കരാണ്, പക്ഷെ അവർ ആൻസറബിൾ അല്ല. അപ്പൊ ആരോഗ്യവകുപ്പിനെ തിരിച്ച് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇത് തന്നെയാണ്. മന്ത്രിമാര് പൊളിറ്റിക്കൽ ഡിസിഷൻസ് ആണ് വേണ്ടത്. അവർക്ക് ലോക്ക്ഡൌൺ തീരുമാനം അവർക്ക് എടുക്കാം, പക്ഷെ ഏത് വൈറസാണോ ബാക്ടീരിയ ആണോ അതിന് ഏത് മരുന്ന് കൊടുക്കണം വേണ്ട എന്നുള്ള കാര്യങ്ങൾ മന്ത്രിമാർ പറയുമ്പോൾ വിശ്വാസ്യയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ മറ്റൊരു വീക്കായി പോവുകയും ചെയ്യും. പിന്നെ ഈ ഒരു റെഫറൽ സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞു, പല ടയറിലായിട്ട് ഫാമിലി ഡോക്ടർ കൺസെപ്റ്റ് അത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത്രയും ഡോക്ടർമാരവിടെ ഉണ്ട്. പക്ഷെ ഇതുപോലെയാണ് മെഡിക്കൽ കോളേജിന്റെ സൈഡിലുള്ള ആൾ തലവേദന വരുമ്പോഴത്തേക്ക് പ്രൈവറ്റ് ആശുപത്രി, കൊച്ചു ആശുപത്രിയിൽ പോകാതെ നേരെ മെഡിക്കൽ കോളേജിലേക്ക് കയറി വരുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, അതിന്റെ ട്രൂ സെൻസിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റുകാരന് പൈസ ഉണ്ടാക്കി കൊടുക്കാനല്ല, അവരുടെ റിസോഴ്സസ് ഉപയോഗിച്ച് ഗവൺമെന്റിനും നാട്ടുകാർക്കും അവരുടെ റിസോഴ്സസ് സേവ് ചെയ്യാൻ വേണ്ടി ഉള്ള ആ ടൈപ്പ് ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. പിന്നെ ദർ ഷുഡ് ബി ആൻ അക്കൗണ്ടബിലിറ്റി ഫ്രെയിംവർക്ക്. നമുക്കത് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ പറയുന്നത് ഞാൻ ഏറ്റവും വലിയ ഡോക്ടർ ഞാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ പേര് വിശ്വസിക്കും. അല്ലെ ഒരാൾ പറയുമ്പോഴത്തേക്ക് ഇത് അയാളുടെ പെർഫോമൻസിന്റെ ഇഴകീറി പരിശോധിച്ചുള്ള ഒരു സിസ്റ്റം നമുക്കില്ല. പാടാണ്, പക്ഷെ ദർ ഷുഡ് ബി സം സിസ്റ്റം ലൈക്ക് ദാറ്റ്.
ഇതൊക്കെയാണ് എൻ്റെ പിന്നെ ഒരു ഇൻഷുറൻസ് സിസ്റ്റം കുറെ പരിഷ്കരിക്കുന്നുണ്ട്. ഇൻഷുറൻസ് പോലും പൈസ ഉള്ളവനും ആക്സസ് ഉള്ളവനും അടിച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പൊ ഇൻഷുറൻസ് മുടങ്ങിപ്പോന്ന് പറഞ്ഞാൽ പലപ്പോഴും ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഉണ്ടോന്നാണ് ചോദിക്കുന്നത്. എന്നാൽ നമുക്ക് അങ്ങ് ചെയ്തേക്കാന്ന് പറയും. അപ്പോൾ അടുത്ത വരുന്ന ഇൻഷുറൻസ് ഇല്ലാത്തവനാണ് ശരിക്കും നീഡുള്ളവൻ. അപ്പൊ ഇൻഷുറൻസിന് ആ രീതിയിൽ വേർതിരിക്കേണ്ടി വരും. പിന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ വളരെ വൈകിപ്പോയി റീസ്ട്രക്ചർ ചെയ്യുന്നത്. MCQയുടെ ബേസിസിലാണ് ഒരാൾ ഡോക്ടർ ആവുന്നത്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിന്റെ പേരിൽ. അയാൾക്ക് താല്പര്യം ഉണ്ടോ എന്നുള്ള എങ്ങും പരിശോധിക്കപ്പെടുന്നില്ല അതിന്റെ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പൊ മെഡിക്കൽ വിദ്യാഭ്യാസം അവരുടെ പാഷനും താല്പര്യവും, ഞാൻ പറഞ്ഞില്ലേ അമേരിക്കയിലും പല രാജ്യങ്ങളിലും അങ്ങനെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇയർ കയറി കഴിഞ്ഞാൽ അവന് പൂച്ചക്കുട്ടിയെ വളർത്താൻ കൊടുക്കും, 4 ആഴ്ച പ്രായമുള്ള. അതിന് 6 മാസം വരെ വളർത്തിയെടുക്കണം, ഇല്ലെങ്കിൽ അതാണ് ഒരു അസൈൻമെന്റ്, മാർക്ക് പോകും. പിന്നെ വിമൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഹെൽത്ത് പ്രോഗ്രാം, നമ്മൾ വിമൻ ഈക്വൽ പാർട്ട്ണർ, വിമൻ റീപ്രൊഡക്റ്റീവ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഇതുപോലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ആരോഗ്യത്തിന്റെ പുറത്തുള്ള പ്രശ്നങ്ങൾ കാരണം ആരോഗ്യത്തിലേക്ക് വരുന്ന ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്തേ പറ്റുള്ളൂ. ഈ ഓൾഡ് ഏജ് വിമൻ നേരത്തെ പറഞ്ഞു ഉൾപ്പെടെ അത് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അവസാനത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണ രീതി. നമ്മൾ സാമൂഹ്യ പല കൾച്ചറൽ ഒരുപാട് കാരണങ്ങൾ നമ്മൾ ഇത്രയും ചോറ് തിന്നുന്നത്. നമ്മൾ കൃഷിക്കാരുടെ തലമുറ തിന്നുകൊണ്ടിരുന്ന അത്രയും ചോറ്, സദ്യക്കൊക്കെ ഇടുന്ന ചോറ് കണ്ടാൽ പേടിച്ചു. ഇത് നമ്മൾ ഇപ്പോഴും ചില കുടുംബങ്ങൾ ചോറ് തിന്നാൻ പഠിക്കണമെന്നാണ്. അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ ഗവൺമെന്റ് തന്നെ ഇടപെടേണ്ടി. ചോറ് കൊടുക്കരുതെന്നല്ല, അവരെ വ്യത്യസ്തമായിട്ട് രീതികളിലേക്ക്. അമിതവണ്ണം, നേരത്തെ ഷമീറൊക്കെ പറഞ്ഞു, അമിതവണ്ണമൊക്കെ വലിയ പ്രശ്നം എല്ലാ ഫാമിലികളും. അത് ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ട്. എന്നിട്ട് ജോയിന്റ് റീപ്ലേസ്മെന്റിന് പോകും, ഇല്ലാത്ത കടമെല്ലാം വാങ്ങിച്ചു. അപ്പൊ ഒരു ഭക്ഷണക്രമത്തിൽ നല്ല ഭക്ഷണം ഉൾപ്പെടെ തന്നെ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ, ഈ ചോറൊക്കെ ഇത്രയും തിന്നുന്ന രീതിയിലേക്കുള്ള അതിനകത്തൊക്കെ ഗവൺമെന്റ് കൃത്യമായിട്ട് ഇടപെടണം. അപ്പൊ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനകത്ത് ഒരുപാട് സ്വാധീനം ഉണ്ടാക്കുന്നത്. ഒരു കാര്യം മറന്നുപോയി, നമ്മൾ എപ്പിഡമിക് ട്രാൻസിഷൻ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് മുഴുവൻ മാറി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിലേക്ക് ഷിഫ്റ്റ് യാഥാർത്ഥ്യമാണ്. ഒരാളുടെ ജീവിക്കുന്നത്. പക്ഷെ ഇപ്പോഴും കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ട്. 25,000 പേർക്ക് ഒരു വർഷം കേരളത്തിൽ TB വരുന്നുണ്ട്. മൊത്തം അമേരിക്കയിൽ 8,000 TB ഉള്ളൂ. അമേരിക്കയുടെ 4 ഇരട്ടിയാണ് കേരളത്തിൽ മാത്രം. ഇപ്പൊ ഇൻഫെക്ഷൻ ഡിസീസിന്റെ കാര്യത്തിൽ, പഴയതിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം, പുതിയതിനെ പറ്റിയുള്ള കരുതലുകൾ വേണം. ഞാൻ പരമാവധി സ്പീഡിൽ പറയാൻ നോക്കിയതാണ്. ആ ചോദ്യം ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല, പക്ഷെ പെട്ടെന്ന് തോന്നിയുകൊണ്ട് പറഞ്ഞതാണ്. താങ്ക് യു. നല്ലൊരു ചർച്ചയായിരുന്നു. കുറേ അധികം പോയിന്റ്സ് ഉണ്ട്. പക്ഷെ ഇത് എത്ര ചർച്ച ചെയ്താലും തീരാത്തൊരു ടോപ്പിക് ആയതുകൊണ്ട് നമുക്ക് എല്ലാം പറയാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ സംശയങ്ങളിലേക്ക് പോകാൻ തോന്നുന്നു. കുറേ ആൾക്കാർ ചാറ്റ്സിൽ സംശയങ്ങൾ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്തായ ഡോക്ടർ സുരേഷ് ജനറൽ മെഡിസിൻ പ്രൊഫസറാണ്, HOD ആണ് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അദ്ദേഹം ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ സുരേഷ് അവിടെ ഉണ്ടെങ്കിൽ അതൊന്ന് വ്യക്തമാക്കാമോ, ആയുഷ്മാൻ ഭാരതിനെ പറ്റി? ഹലോ. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ആയുഷ്മാൻ ഭാരത് 70 years and above 5,60% ബൈ സെൻട്രൽ ആൻഡ് 40% ബൈ സ്റ്റേറ്റ്. ഇറ്റ്സ് നോട്ട് ഇംപ്ലിമെന്റഡ്. അതിന്റെ പറ്റി നിങ്ങൾക്ക് എനിക്ക് ഷമീർ ആയിരിക്കും അതിന്റെ ആള്. ഞാൻ ഷമീർ ഒന്ന് പറയാമോ അതിനെ പറ്റി? അല്ല, എനിക്ക് തോന്നുന്നത് അത് പിന്നെ പെർസെന്റേജ് ഒന്നും കൂടെ കൂട്ടണം എന്നുള്ള അഭിപ്രായമല്ല. ഞാൻ വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ കൊടുത്തിരിക്കുന്ന വിഹിതം വളരെ കുറവാണെന്നും അത് ഒന്നുകൂടെ വർദ്ധിപ്പിക്കണം എന്നാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അതല്ല, നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ കുറവാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി കേരളത്തിൽ അതിന്റെ യൂസ് വളരെ പ്രോപ്പർ ആണെന്ന് തന്നെ പറയാം. കാരണം എല്ലാ തവണയും നമ്മുടെ ഈ ഇൻഷുറൻസിന്റെ ആയുഷ്മാൻ ഭാരതിന്റെ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ ഉള്ളത് കേരളത്തിലാണ്. നമ്മളാണ് സ്ഥിരം പോയി അവാർഡ് വാങ്ങിക്കുന്നത്. മിക്കവാറും കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെയാണ് എല്ലാ തവണയും ഏറ്റവും കൂടുതൽ ഈ ഇതിന്റെ ഇൻഷുറൻസിന്റെ പിന്നെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്ഥിരമായിട്ട് സെന്ററിൽ അവിടെ പോയിട്ട് വാങ്ങിച്ചു തരുന്നത്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നതിൽ കുറവില്ല. ഇനി മേ ബി അതിന്റെ മൊത്തത്തിലുള്ള ഫണ്ട് വിഹിതമാണ് ഉദ്ദേശിച്ചെങ്കിൽ അതിനോട് അഗ്രി ചെയ്യാണ്. കാരണം എന്തായാലും അതിന്റെ പെർസെന്റേജ് കൂട്ടണം എന്നുള്ളത് നമ്മൾ കാലാകാലമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം തന്നെ. പിന്നെ എനിക്ക് 2-3 പേര് പലരും പറഞ്ഞിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാം നമുക്ക് പറയുന്നില്ല. കാരണം കുര്യൻ നവീൻ, അങ്ങനെ പലരും, ഹഫീസ്, അല്ല വേറെ ഒരു ഡോക്ടറും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ എങ്ങനെയാണ് നമ്മൾ ഹോമിയോ, ഇപ്പൊ എന്താണ് നാച്ചുറോപ്പതി, ഹോമിയോ, ആയുർവേദ, സിദ്ധ, യുനാനി, ഇതെങ്ങനെ എല്ലാം കൂടെ അപ്പം ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ കൺഫ്യൂസ്ഡ് ആയി പോവുകയാണ്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതിനെപ്പറ്റി അതൊരു വലിയ ഭയങ്കര കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നമാണ്. എന്നാലും ലാൽ സാർ അതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് പറയാമോ, എങ്ങനെയാണ് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് എങ്ങനെ ഇതിനെ നെഗോഷിയേറ്റ് ചെയ്യാൻ സാധിക്കും? ഇതിനകത്ത് 2 വശങ്ങളുണ്ട്. ഒന്ന്, നമുക്കിതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ഇപ്പോൾ എല്ലാവർക്കും വോട്ടുള്ളതാണ് ഈ പ്രശ്നം.
തീരുമാനം എടുക്കാൻ പറ്റാത്തത്. വോട്ടും പൊളിറ്റിക്കൽ ശക്തി എവിടെ നോക്കിയിട്ടാണ് തീരുമാനങ്ങൾ വരുന്നത്. അപ്പോൾ ഞാൻ വളരെ അതിനകത്ത് ഓണസ്റ്റായിട്ട് പറയുകയാണ്. പിന്നെ ഈ വ്യത്യസ്തമായ സിസ്റ്റംസ് പല നാടുകളിലും ഉണ്ട്. പക്ഷെ അതൊക്കെ ചിലയിടത്ത് കുറ്റകരവുമാണ്. എന്നാൽ നമ്മുടെ ആയുർവേദം പോലുള്ള സിസ്റ്റത്തിന് അവർക്ക് റോളുണ്ട്. ഇപ്പൊ സ്ട്രോക്ക് വന്ന ഒരാള് ഫിസിയോതെറാപ്പി എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് ആശുപത്രി അയാൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യണം. അയാൾ കട്ടിലിൽ വെറുതെ കിടക്കണ്ട, വീട്ടിൽ പോയി ഫിസിയോതെറാപ്പി ചെയ്താൽ. ഇപ്പൊ ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ചാർജും സാധനങ്ങളും ഒക്കെ ഒരു സൈഡുണ്ട്. ഒരു ദിവസം ഇത്ര ചാർജുകൾ അപ്പൊ പാവങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ ആയുർവേദ തടവിലും തിരുമലും കാര്യം തൊട്ടപ്പുറത്ത് കാണുകയും ചെയ്യും. അപ്പൊ എന്നാൽ അവരെ ഏൽപ്പിച്ചാൽ ചിലപ്പോൾ അവര് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിപ്പോകും. അപ്പൊ അവർ അത്തരം കാര്യങ്ങൾ ലഭ്യമല്ലാത്ത സൗകര്യങ്ങൾ ലഭ്യമില്ലാത്തടത്ത് ആയുർവേദക്കാരെ ട്രെയിൻ ചെയ്യും. ഞാനിത് പറയുന്ന അനുഭവത്തിൽ നിന്നാണ്. ഇപ്പൊ ക്ഷയരോഗ മരുന്ന് രോഗിയുടെ കൊടുത്തു വിടില്ല. അപ്പൊ അത് അവര് അയൽവാസിക്കോ കടയിലോ ഒക്കെ ഏൽപ്പിച്ചിട്ട് ഒരാള് സൂപ്പർവൈസ് ചെയ്യണമെന്നാണ്. അപ്പൊ അതിനകത്ത് ഹോമിയോ ആയുർവേദ ഡോക്ടർമാരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പലയിടത്ത് MBBS ഇല്ലാത്ത ഡോക്ടർമാരില്ല, അല്ലെങ്കിൽ ഉള്ള ഒരു തിരക്കായെടുത്ത് വെറുതെ ആയുർവേദ ഹോമിയോ ഡോക്ടർ ഇരിക്കുക. ഇപ്പൊ TB മരുന്ന് അവരെ ഏൽപ്പിച്ചിട്ട് അവർ ഡോട്ട് പ്രൊവൈഡർ, ഡയറക്ട്ലി ഒബ്സർവ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡറായിട്ട് അപ്പൊ അവരടുത്തും പറയും ഇന്ന ചില കാര്യങ്ങൾ. അപ്പൊ ഈ തരത്തിൽ അപ്പൊ ക്ഷയരോഗം ഹോമിയോ കഴിച്ചിട്ട് ക്ഷയരോഗം വളരെ വർഷമായി പോയി മരിച്ചു പോകുന്നുണ്ട്, ഡയഗ്നോസ് പോലും ചെയ്യപ്പെടാതെ. അപ്പൊ അത് ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷയരോഗത്തിന്റെ കാര്യങ്ങൾ അവർക്ക് ആ ഡോക്ടർക്ക് അറിയാം, അല്ലെങ്കിൽ ആ ഫിസിഷ്യൻ അറിയാത്തതുണ്ട്. അപ്പൊ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഇത് TB രംഗത്ത് ഒരുപാട്, HIV രംഗത്ത് ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ എല്ലാ മേഖലയിലും ഇപ്പൊ പാമ്പ് കടിച്ചാൽ നാട്ടുവൈദ്യടുത്ത് വരാൻ ഒരാൾ ഒരു ബോർഡ് വയ്ക്കുകയാണെങ്കിൽ ക്രിമിനൽ ഒഫൻസ് ആണ്. അപ്പൊ അതിനകത്ത് അങ്ങനത്തെ ഇടപെടലുകളും വേണം. ഉള്ളവരെ ഇപ്പൊ നമ്മള് രാജസ്ഥാനിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഡോക്ടർമാർ വരില്ല ജോലി കൊടുത്താലും, അവിടെ നഴ്സിനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർ പക്ഷെ ട്രെയിൻ ചെയ്യും. എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർമാരില്ലാത്തടത്ത്? അപ്പോൾ നമ്മുടെ കേരളത്തിൽ പോലും അത്യാവശ്യം വൈദ്യസഹായം കിട്ടാത്ത ചില സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള പ്രൊവൈഡേഴ്സിനെ അങ്ങനെ ഉപയോഗിക്കണം. അപ്പൊ അവരും സയൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആര് ശരി ആര് തെറ്റെന്നുള്ള തർക്കം നമ്മൾ എത്ര തലമുറ കഴിഞ്ഞാലും മാറില്ല. അതിന്റെ പിന്നിലൊക്കെ മറ്റൊരുപാട് താല്പര്യങ്ങളും സാമ്പത്തിക താല്പര്യമുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഇത്തരം പല കോഴ്സുകളും മെഡിക്കൽ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പഠനത്തിന് ശേഷം, അല്ലെങ്കിൽ ഒരു 3 ഇയർ എങ്കിലും ഒരു ഹെൽത്ത് കോഴ്സിന് ശേഷമേ ഇത് ചെയ്യാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം അങ്ങ് മാറിക്കിട്ടും. ഇപ്പോ ഒരു TB പോലത്തെ രോഗങ്ങളിലൊക്കെ എത്രയും പെട്ടെന്ന് ചികിത്സ തുടങ്ങേണ്ട രോഗത്തിന് ഒരുപാട് പേര് ഇതിട്ട് നീട്ടുന്നത് ഇവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അവരെ സയൻസിൽ പഠിച്ചിരിക്കുന്നത് വേറെ എന്തെങ്കിലും ആയിട്ടായിരിക്കും. അപ്പൊ അവരുടെ മുന്നിൽ തൊട്ടടുത്ത ഗവൺമെന്റ് ആശുപത്രിയിലും പ്രൈവറ്റ് ആശുപത്രിയിലും മരുന്ന് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണ് ഈ സിസ്റ്റത്തിലുള്ളത് അറിയാതെ അവർ പഠിച്ചാൽ അതാണ് ശരിയെന്നാണ്. ഈ ഒരു പ്രശ്നമാണ്. ഓക്കെ, ഹഫീസ് ചോദിച്ചിരിക്കുന്നു മെന്റൽ ഹെൽത്തിനെ പറ്റിയാണ്. മെന്റൽ ഹെൽത്ത് കെയർ ആൻഡ് ഓവറോൾ പേഴ്സണൽ വെൽബീയിങ്, അതിനെപ്പറ്റി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഷമീർ ഒന്ന് പറയാമോ? നമ്മളധികം ചർച്ച ചെയ്യാതെ പോയ ചില കാര്യങ്ങളാണ്. നമ്മുടെ സമയക്കുറവ് കൊണ്ടാണ്. ഇപ്പൊ നമ്മുടെ കേരളം നേരിടുന്ന പ്രശ്നങ്ങളിൽ മറ്റൊരു വലിയൊരു തലമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്, സ്വാഭാവികമായിട്ടും. കാരണം നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹിക പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. കാരണം ഈ അണുകുടുംബങ്ങളായി, ഒറ്റപ്പെടലായി, പിന്നെ പലതരത്തിലുള്ള വർക്ക് പ്രഷറുകളായി, സാമ്പത്തിക പ്രശ്നങ്ങൾ. ഇപ്പം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ എണ്ണത്തിൽ പെരുകിയിരിക്കുന്ന ആരോഗ്യ പ്രശ്നം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈവൻ ഇൻഫെക്ഷനേക്കാളൊക്കെ കൂടുതലായിരിക്കും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. സ്വാഭാവികമായിട്ടും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ് എല്ലാ തലത്തിലും. എന്ന് വെച്ചാൽ അത് ആരോഗ്യ സംവിധാനമാണെങ്കിലും സപ്പോർട്ടിംഗ് സിസ്റ്റം ആണെങ്കിലും എല്ലാം വലിയൊരു പ്രശ്നമാണ്. അത് ഒറ്റ വാക്കിലോ ഒരു സെന്റൻസിലോ ആൻസർ ചെയ്യാവുന്ന ഒരു കാര്യമേ അല്ല. പക്ഷെ നമ്മൾ അംഗീകരിക്കുകയാണ്. പ്രത്യേകിച്ച് ലാൽ സാർ അതിന്റെ ഇടയ്ക്ക് ഒരു സെന്റൻസിൽ പറഞ്ഞിരുന്നു സൂയിസൈഡിനെ കുറിച്ച്. ആത്മഹത്യയിൽ വരുന്ന എണ്ണത്തിലെ ഒരു വർധനവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുകയും നമ്മൾ ആഞ്ഞ് ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു ഏരിയ ആണ് എന്ന് മാത്രമേ എത്ര സമയമല്ലേ നമുക്കുള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു പോയാൽ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അത് ചൂണ്ടിക്കാണിച്ച ആളോട് എന്തായാലും നമ്മളൊരു പ്രത്യേക നന്ദി പറയണം. എനിക്കൊരു പോയിന്റ് ആഡ് ചെയ്യാനുണ്ട്. ഈ മാനസിക നമുക്ക് ജിമ്മിയോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരേണ്ടതല്ലേ, ഈ മാനസിക രോഗം എന്നുള്ള പേര് തന്നെ പ്രശ്നമാണ്. ഞാൻ തിരുവനന്തപുരം ക്ഷയരോഗം, ഞാൻ WHO വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ക്ഷയരോഗികൾ എന്നൊരു ബോർഡ് എഴുതി വെച്ചത്. അവിടെ വന്നാണ് ക്ഷയരോഗികൾ മരുന്ന് വാങ്ങേണ്ടത്. ഒറ്റ കാരണം കൊണ്ട് സ്ത്രീകളും പ്രത്യേകിച്ച് മാരേജ് വില്ലേജ് ഗ്രൂപ്പിൽ ആൾക്കാർ വരുന്നില്ല. ഗവൺമെന്റ് ആശുപത്രിയാണ്. ആ ബോർഡ് മാറ്റി കഴിഞ്ഞപ്പോൾ അവിടെ ആളുകൾ നിൽക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മള് ഇപ്പൊ പഴയ സൈക്കാട്രി പഴയതുപോലെ അല്ല, ന്യൂറോളജിസ്റ്റ് ഡീൽ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയൊക്കെ ചെയ്യുമ്പോൾ ഈ മനുഷ്യരെ ഇതൊരു മനസ്സ് ശരീരം രണ്ടാണെന്ന്, ഇത് എവിടെ അവന് മാനസിക രോഗിയാണെന്നൊക്കെ പറയുന്ന സ്ഥാനത്ത് നിന്നൊക്കെ അത് വലിയ ഇടപെടലുകൾ ആവശ്യമാണ്. അത് പറഞ്ഞതേ ഉള്ളൂ.
മ്യൂട്ടഡ് ആണോ ജിമ്മി? ജിമ്മി സാർ മ്യൂട്ടായിട്ടാ സംസാരിക്കുന്നത്. ജിമ്മി മ്യൂട്ടഡ് ആണ്. ഓക്കെ അല്ല, ഞാൻ പറഞ്ഞത് ഇനിയും വളരെയധികം ആൾക്കാർ പിന്നെയും ചോദിച്ചിട്ടുണ്ട്. ഹഫീസും ചോദിച്ചിട്ടുണ്ട്, കൂടുതലും ആയുർവേദത്തെ പറ്റിയും ഹോമിയോപ്പതിയെ പറ്റിയും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അത് നമുക്കതൊരു വേറൊരു വിഷയം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ആയുർവേദ ഹോമിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രിയും ഇല്ലാത്ത ആളുകളെങ്കിലും ഒന്ന് നമുക്ക് ഒഴിവാക്കിയാൽ നന്നായിരുന്നു. അതന്നെ ആദ്യം ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലക്ക് എന്തുള്ളവരാണ്. അത് മാത്രമല്ല, അത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം കൂടിയാണ്. നമ്മൾ വളരെ മിടുക്കരായിട്ടുള്ള ആൾക്കാർ, ഇതുപോലെ ഹോമിയോ ഡോക്ടേഴ്സും ആയുർവേദ ഡോക്ടേഴ്സും ഇവിടെ ധാരാളം ഉണ്ട്. കേരളത്തിന് വെളിയിൽ അവര് മോഡേൺ മെഡിസിൻ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. ഗവൺമെന്റ് ഇപ്പൊ അവര് മോഡേൺ മെഡിസിൻ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ എംപവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് ഒരു പ്ലാൻ ഉണ്ട്. അങ്ങനെ പല ഇഷ്യൂസും ഉണ്ട് ഇതിന്റെ പുറത്ത്. അത് നമുക്ക് എല്ലാ തരത്തിലും അങ്ങനെയൊന്നും ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻസ് പതുക്കെ ഉരുത്തിരിഞ്ഞ് വരണം, അല്ലാതെ വേറെ നിവൃത്തിയില്ല. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാം. വളരെ നല്ലൊരു ചർച്ചയായിരുന്നു. ലാൽ സാർ ഇതിന് വന്നതിന് വളരെ താങ്ക് യു വെരി മച്ച്. ഷമീർ, താങ്ക് യു വെരി മച്ച് ഫോർ ദിസ്. അപ്പം ഇനി ലിയോൺസിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഔപചാരികമായിട്ട് നന്ദി പറയുക എന്ന് പറയുന്ന ഒരു കടമയാണ്. ഈ വൈകിയ വേളയിൽ ഇങ്ങനെ ഒരു പ്രസംഗമൊന്നും നടത്തുന്നില്ല. ഭൗമത്തിൻ്റെ പേരിൽ എനിക്ക് ഡോക്ടർമാരെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. കാരണം നിങ്ങൾക്ക് ഭൂരിഭാഗം പേർക്കും എന്നേക്കാൾ മോശം കൈയക്ഷരമായിരിക്കും. എന്തായാലും ഇന്ന് മുതൽ നാളെ കാലത്ത് മുതൽ വ്യായാമം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഭക്ഷണം, ചോറ് കുറയ്ക്കാം. ഈ പരിപാടിയിൽ ഭൗമത്തിൻ്റെ വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഈ മാസത്തെ ചർച്ചയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട ഡോക്ടർ SS ലാൽ, ഡോക്ടർ ഷമീർ, നിയന്ത്രിച്ച ജിമ്മി മാത്യു, ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഭൗമം, ജിമ്മി സാർ, ലാൽ സാർ. താങ്ക് യു. ഞാൻ എൻജോയ്, ഒരുപാട് ലേണിംഗും ഉണ്ടായിരുന്നു. ഞാൻ പുതിയ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ പറയുമ്പോൾ ഇതും കൂടെയൊക്കെ കയറും. Okay, sir. Good night. Thank you. Bye bye. Bye.